ഫൈദാ മരിദത്തു വഹുവ യശ്ഫീനി, രോഗത്തുനിന്ന് ഞാനും മോചിതമല്ല, എനിക്ക് രോഗമായാൽ എന്റെ രക്ഷിതാവാണ് യഥാർത്ഥത്തിൽ എനിക്ക് രോഗശമനം നൽകുന്നത്, മറ്റുള്ളതൊക്കെ ബാഹ്യ നിമിത്തം മാത്രമാണ് എന്ന്. പ്രവാചകനാണെങ്കിൽ സാധാരണക്കാരെക്കാളും രണ്ടരട്ടി പനിയും വേദനയും ഉണ്ടാവാറുണ്ട് എന്ന് റസൂല തന്നെ പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം സഹിയായി ഉദ്ധരിക്കുന്നത് കാണാം. അവിടുന്ന് രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുകയും ചെയ്യുന്നത്. എത്രത്തോളം എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കമായ പിഞ്ചു കുട്ടികൾ വരെ വലിയ വലിയ രോഗത്തിന് വരെ അടിമപ്പെടും. അപ്പൊ ഇത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രോഗം ബാധിക്കുമ്പം ഒരു പ്രതിഷേധം പടച്ചവനോട് ഉണ്ടാകാൻ പാടില്ല. ഞാൻ കണിശമായി നമസ്കരിക്കുന്ന, കണിശമായി ദാനധർമ്മം ചെയ്യുന്ന എനിക്കെങ്ങനെ ഈ ക്യാൻസർ വന്നത്, എന്റെ വാൽവ് എങ്ങനെ വീക്കായത്, എനിക്കെങ്ങനെ ബൈപ്പാസ് ഓപ്പറേഷന് വിധേയമാവേണ്ട രോഗം വന്നത്, അത്തരത്തിലുള്ള ഒന്നും പ്രതിഷേധം ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. കാരണം നബിമാര് വരെ ഈ രോഗത്തുനിന്ന് മോചിതരല്ല എന്നർത്ഥം, പിഞ്ചു മക്കള് വരെ. ഇനി സ്നേഹിതന്മാരെ, അടുത്തതായിട്ട് ഇസ്ലാമിന്റെ രോഗത്തിന്റെ വീക്ഷണമാണ്, രോഗവുമായുള്ള വീക്ഷണമാണ്. ഇപ്പൊ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം പറയുന്നത് രോഗം എന്നുള്ളത് ദൈവിക ശിക്ഷയാണ്, അതുകൊണ്ട് രോഗമായോണ്ട് ചികിത്സിച്ച് ഫലമില്ല, യഹോവയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശമനം കണ്ടെത്താം. യഥാർത്ഥത്തിൽ ഈ വീക്ഷണത്തെ പരിപൂർണമായി ഇസ്ലാം മതം അംഗീകരിക്കണില്ല. കാരണം ഇസ്ലാം മതം കാണുന്നത് രോഗം എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക പരീക്ഷണവും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവുമായിട്ടാണ് കാണുന്നത്. സഹാബത്തിന്റെ കാലത്ത് ഈ പ്ലേഗ് രോഗം വളരെ പടർന്നു പിടിച്ച് ധാരാളം പ്രഗത്ഭ സഹാബികാർ മരണപ്പെട്ട്. അപ്പൊ ആയിഷ ബീബിയാണെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചും സൂക്ഷ്മമായി അന്വേഷിച്ച് പഠിക്കുന്ന ഒരു നമ്മുടെ മാതാവാണ്. അപ്പൊ അവർ നബിയോട് ചോദിച്ചു, റസൂലുള്ളാ എന്താണ് ഈ താവൂന് പ്ലേഗ് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്ലേഗ് രോഗം ആദ്യം അല്ലാഹ് ഇറക്കിയത് ബനൂ ഇസ്രായേൽപ്പെട്ടൊരു വിഭാഗത്തെ, അവര് അള്ളാഹിനെ മറന്ന് തോന്നിയാസം ചെയ്ത് ജീവിച്ചപ്പോ അവർക്കൊരു അദാബായിട്ട് ശിക്ഷയായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ വിശ്വാസിക്ക് അത് ബാധിച്ചാൽ അത് റഹ്മത്താണ്, വലിയൊരു കാരുണ്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ചില രോഗങ്ങള്, ഇപ്പൊ എയ്ഡ്സ് പോലുള്ള രോഗങ്ങള്, അത് ദൈവനിഷേധികൾ വരെ പറഞ്ഞ് മനുഷ്യന്റെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിന് ദൈവം ഇറക്കിയൊരു ശിക്ഷയാണ് എന്ന് ദൈവം ഇല്ലാന്ന് പറഞ്ഞവരെ പറഞ്ഞു പോണ്ടി വന്നു. പക്ഷെ എയ്ഡ്സ് പിഞ്ചു കുട്ടികൾക്ക് വരെ ബാധിക്കും. നല്ല മുത്തക്കീങ്ങളായ ആണിനും പെണ്ണിനും ചിലപ്പോൾ രക്തത്തോട് സിറിഞ്ചിലൂടെയൊക്കെ പല നിലക്ക് ബാധിച്ചെന്ന് വരും. അപ്പൊ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അതൊരു ദൈവിക ശിക്ഷയല്ല, അതൊരു റഹ്മത്താണ്, അള്ളാന്റെ ഒരു വലിയൊരു കരുണയാണ് എന്ന് റസൂലുള്ളാഹി ഉണർത്തി. അപ്പൊ വിശ്വാസികൾക്ക് രോഗം ബാധിക്കൽ ഇസ്ലാം മതം അള്ളാന്റെ ഒരു അനുഗ്രഹമായി കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കണ്ടെന്നല്ലാതെ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ രോഗം ഇസ്ലാം മത റഹ്മത്തായി കാണുന്നത്, രോഗമാവുമ്പോൾ മിക്ക ആളുകളും ദൈവനിഷേധികളും നിർമ്മതവാദികളൊക്കെ ആയിത്തീരും. എനിക്കെങ്ങനെ ഈ രോഗം വന്നത്, ദൈവമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയത്തിന് വിധേയമാവും. പക്ഷെ അയ്യൂബ് നബിക്ക് സ്വന്തം മക്കള് വരെ, ഭാര്യ വരെ പിണങ്ങിപ്പോയിട്ടും പഠിച്ചവനെ എന്റെ ഭാര്യയും എന്റെ ഡോക്ടർമാരും മക്കളെ എന്നെ കൈവിട്ടിട്ടുള്ളൂ, നീ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല, വാന്ത അർഹമുർ റാഹിമീൻ. ഇങ്ങനെ കഠിനമായ രോഗം എനിക്ക് തന്നാലും നീ പരമകാരുണ്യകനും കരുണാനിധിയുമാണ് എന്നതിൽ എനിക്കൊരു വിശ്വാസക്കുറവില്ല. കരുണ ചെയ്യുന്നവൻ, ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീ തന്നെയാണെന്ന് പറയുകയാണ്. രണ്ടാമത് രോഗം അനുഗ്രഹമാവുന്നത് ചിലര് എവിടെ പോയാലും
ഏത് ഗുരുവായൂരാകട്ടെ, ഏത് ഹറാമായ ചികിത്സയായാലും, ഏത് സിദ്ധനെ സമീപിച്ചാലും, ഏത് ക്ഷേത്രത്തിലേക്ക് നേർച്ചയാക്കിയാലും വേണ്ടില്ല, എനിക്ക് രോഗശമനം കിട്ടണമെന്ന് മാത്ര ചിന്ത ഉണ്ടാകുക. അങ്ങനെ എത്ര വലിയ മുവഹിദായാലും ശിർക്ക് ചെയ്യുന്ന രംഗമാണ് രോഗം എന്നുള്ളത്. മിക്ക മനുഷ്യന്മാരും പതറി വീഴും. ചിലപ്പോൾ MBBS ഒക്കെ പാസ്സായ ഡോക്ടർമാർ ഇങ്ങോട്ട് നിർദ്ദേശിക്കും, ഞങ്ങളെ അലോപ്പതി ചികിത്സ കൊണ്ട് രോഗം മാറൂല, നിങ്ങൾ വലിയ തങ്ങന്മാരെ അല്ലെങ്കിൽ വൈദ്യന്മാരെയൊക്കെ ചെന്ന് കൺട്രോൾ എന്ന് പറയും. എന്റെ വല്യുപ്പ പൊട്ടഞ്ചാലി, എനിക്കൊരു അമ്മോനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാനസിക രോഗമായിട്ട് 40-10 കുറെ കൊല്ലത്തോളം കുതിരവട്ടത്തായിരുന്നു. അവസാനം അമേരിക്കയിൽ പഠിച്ചെന്ന ഡോക്ടർമാരൊക്കെ ഉള്ള അന്ന കാല അവര് വരെ പറഞ്ഞ് ഞങ്ങളെ ചികിത്സ കൊണ്ട് മാറൂല, നിങ്ങളെ അടിയുള്ള മറ്റൊരു ചികിത്സകളുണ്ടാക്കാൻ ചെയ്തു നോക്കൂന്ന് പറഞ്ഞു. വല്യുപ്പ കൊണ്ടുവന്ന് അദ്ദേഹത്തെ റൂമുണ്ടാക്കിയ ചെങ്ങൽക്കിട ചെയ്തത്. അങ്ങനെ 10-50 കൊല്ലം കഴിഞ്ഞ ശേഷം പടുത്താണ് അദ്ദേഹം മരിക്കുന്നത്. ആ മിക്ക ആളുകളും പതറിന രംഗാണിത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ പതറാതെ പടച്ചോന് അനിഷ്ടകരമായ തൃപ്തിയില്ലാത്ത ചികിത്സ ചെയ്യാതെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് വലിയ റഹ്മത്തായി തീരുകയാണ്. അതാണ് ഉമ്മല എന്ന മഹദിക്ക് രോഗമായപ്പം നബി സന്ദർശിച്ച്. അപ്പൊ നബ്സാത്ത് അബ്ശിറിയ ഉമ്മല ഇനി സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂല എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പനി പിടിച്ച് വറക്കണത് നിങ്ങൾ കണ്ടില്ലേ, എന്നിട്ട് സന്തോഷിക്കാൻ പറയണമെന്ന് ചോദിച്ചു. അപ്പൊ നബ്സാൻ പറഞ്ഞ അതേ സന്തോഷിക്കാൻ പറയാണ്. കാരണം ഒരു വിശ്വാസിക്ക് രോഗമാവുമ്പോ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് പറഞ്ഞില്ലേ, എന്റെ രക്ഷിതാവിനോട് പിണങ്ങി തെറ്റി എന്നുള്ള ചിന്ത അല്ലാതെ പടച്ചവന്റെ കാരുണ്യത്തെ കുറച്ച് സംശയങ്ങളില്ലാതെ നിൽക്കുകയാണ്, ഹറാമായ ചികിത്സ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ ഒരു കൊമ്പും വന്ന് ശക്തമായ കാറ്റടിക്കുമ്പം പഴുത്ത ഇലകളും ഉണങ്ങിയ ഇലകളും വീഴുന്ന മാതിരി അവന്റെ പാപങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമെന്ന് റസൂല പറയുകയാണ്. അപ്പൊ ലോകം വിശ്വാസികളെ സംബന്ധിച്ച് അത് ഇസ്ലാം മതം കാണുന്നത് അത് അള്ളാന്റെ മനുഷ്യന്റെ കഴിവുകേട്. കാരണം മനുഷ്യനെത്ര പുരോഗമിച്ച് 57 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിലേക്ക് മനുഷ്യനെ സ്ഫോടകം 8 മാസം മുമ്പ് വിട്ട് ഇതിന് 11 മണി 1 സെക്കൻഡ് 1 മിനിറ്റിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ അതേ സമയത്ത് വരെ അത് അവിടെ ഇറങ്ങാണ്. ഇത്രത്തോളം മനുഷ്യൻ പുരോഗതി പ്രാപിച്ച്, പക്ഷെ രോഗത്തുനിന്ന് മോചിതമാവാൻ സാധിച്ചോ? ഈ സ്ഫോടകം വിട്ടവനും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കും ഹൃദയസ്തംഭനവും ക്യാൻസറുമായിട്ട് മരിക്കാനത്ത് അടിമപ്പെടുകയാണ്. അപ്പൊ മനുഷ്യന്റെ കഴിവുകേട് കാണിച്ചു കൊടുക്കുക. മനുഷ്യന്റെ കഴിവ് അവൻ പ്രകടിപ്പിക്കേണ്ട ചൊവ്വയിലേക്ക് മിസൈല് സ്ഫോടകം വിട്ടിട്ടല്ല. അവന്റെ ഭാര്യയും അവന്റെ കുട്ടികളൊക്കെ ക്യാൻസർ രോഗത്തിനും വലിയ വലിയ മാരക രോഗത്തിനും അടിമപ്പെട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അതിനൊരു പ്രക്രിയ, അതിനൊരു മാർഗം മനുഷ്യൻ കണ്ടെത്തുകയാണ് വേണ്ടത്. അങ്ങനെയാണ് കഴിവ് ഇതാക്കേണ്ടതെന്നർത്ഥം. അപ്പൊ രോഗം പരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ല. പടച്ചോൻ സൂക്ഷ്മജ്ഞാനിയാണ്. മനുഷ്യന്റെ കഴിവുകേട് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും, അതുപോലെ തന്നെ റഹ്മത്ത്, ഞാൻ പറഞ്ഞമാതിരി റഹ്മത്തുമാണ്. ഇത്രയെങ്കിലും മനസ്സിലാക്കി. ഇനി സ്നേഹിതന്മാരെ, അടുത്തത് രോഗമായാൽ ചികിത്സിക്കാൻ ഇസ്ലാം മതം പറയുകയാണ്. അതിലുപരി ഇസ്ലാം മതം കാണുന്നത് രോഗം പിടികൂടാതിരിക്കാനുള്ള നിവാരണ മാർഗമാണ്. കാരണം രോഗം കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഒരു സംഗതിയാണ്. കാര്യകാരണ ബന്ധം ഉണ്ടാവുമ്പം രോഗം ഉണ്ടാവും. അത് ഇല്ലാതിരുന്ന രോഗം മാറുകയും ചെയ്യും. ചിലപ്പെന്തെയും കാര്യകാരണ ബന്ധത്തിന് അതീതമായ നിലക്കും പടച്ചോൻ പരീക്ഷണം എന്ന നിലക്ക് രോഗം ഇറക്കും. രോഗങ്ങളിൽ മിക്കതും കാര്യകാരണ ബന്ധം മുഖേന ഉണ്ടാവുന്നതാണ്. അത് ഇസ്ലാം മതം അംഗീകരിക്കുകയാണ് ആ തത്വത്തെ. അതുകൊണ്ട് ഇസ്ലാം മതം ആദ്യമായി
രോഗം നമ്മളെ പിടികൂടാതിരിക്കാം ചില നിവാരണ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അതിനെക്കുറിച്ച് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ശുദ്ധീകരണം. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വഅഖീമു സ്വലാത്ത വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നമസ്കരിക്കാതെ നിങ്ങൾ മുശ്രിക്കാവരുതെന്ന് പറഞ്ഞു. അപ്പം മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിൽ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ മുശ്രിക്കിന്റെയും മുവഹിദിന്റെയും ഇടയിൽ വേർതിരിക്കുന്നത് നമസ്കാരമാണ് എന്ന് അബൂ ഹുറൈറയുടെ ഹദീസ് പറഞ്ഞതൊന്നല്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പൊ ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്ന ഘടകം നമസ്കാരമാണ്. ആ നമസ്കാരം വരെ സ്നേഹിതന്മാരെ, ഒരു മുസൽമാന്റെ വസ്ത്രവും അവന്റെ ശരീരവും അവൻ നിസ്കരിക്കുന്ന ചുറ്റുപാടും അശുദ്ധിയിൽ നിന്ന് മോചിതമല്ലെങ്കിൽ പടച്ചോൻ ആ നിസ്കാരം വരെ സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ ശുദ്ധീകരണത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം നിങ്ങൾ നോക്കൂ. അപ്പൊ ശുദ്ധീകരണമാണ് ആദ്യമായി ഇസ്ലാം മതം പറയുന്നത്. അൻ-നവാഫത്തു നിസ്ഫുൽ ഈമാൻ എന്നൊക്കെ ഹദീസ് കാണാം. ഈ ശുദ്ധീകരണം വിശ്വാസത്തിന്റെ പകുതി ഭാഗമാണ് എന്ന്. ഇനി ശുദ്ധീകരണത്തിന് പ്രത്യേക ഇസ്ലാം മതം ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ഒന്ന്, മലമൂത്ര വിസർജനം ചെയ്യുകയാണെങ്കിൽ അവിടെ ചില നിയമങ്ങൾ പ്രത്യേകം ഉണർത്തി. നബി പറഞ്ഞ ലാ യബൂലന്ന അഹദുക്കും ഫിൽ മായി റാക്കിദി എന്നെല്ലാം ദായിമി എന്നെല്ലാം കാണാം. ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിന്, കുളം പോലെയുള്ള വെള്ളത്തിന് നിങ്ങൾ മൂത്രിക്കരുത് എന്നാണ്. അപ്പം തെറ്റിദ്ധരിക്കണ്ട, ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ കാഷ്ടിക്കും മൂത്രിക്കും ചെയ്യാന്ന്. അത് തൊബ്രാനി ഉദ്ധരിച്ച ഹദീസ് കാണാം. ഫിൽ മായിൽ ജാരി എന്ന് റസൂല പറഞ്ഞു. ഒഴുക്കുള്ള പുഴ പോലെയുള്ള വെള്ളമാണെങ്കിലും അതിന് മൂത്രിക്കാനോ കാഷ്ടിക്കാനോ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പിന്നെ നബ്സാസം പറഞ്ഞ് ഫി റഫത്തിൻ നഹരി അൽ ഐനി എന്നൊക്കെ കാണാം. ഉറവുള്ള സ്ഥലങ്ങള്, നദികളുടെ തീരത്ത് വെള്ളമുള്ള സ്ഥലങ്ങള്, അവിടെ ഒന്നും തന്നെ ഒരു മുസൽമാന് മൂത്രിക്കാനും കാഷ്ടിക്കാനും പാടില്ല എന്ന് നബി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഫിൽ കാരിയത്തി ത്വരീത്തി, ജനങ്ങൾ നടന്നു പോകുന്ന വഴികൾ, അവര് കാറ്റുകൊള്ളുന്ന വിശ്രമ സ്ഥലങ്ങൾ, പഴങ്ങൾ കായ്ക്കുന്ന മരത്തിന്റെ ചുവട്, ഇവിടെയൊന്നും മൂത്രിക്കണ്ട എന്നുള്ളത് ഒരു കോർപ്പറേഷൻ ബോർഡ് വെക്കേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല. അല്ലെ പഞ്ചായത്ത് ബോർഡ് വെക്കണ്ട ഈ വഴിയിൽ കാഷ്ടിക്കരുത് മൂത്രിക്കരുത് എന്നുള്ളത്. അതൊക്കെ നമ്മുടെ മതം തന്നെ ബോർഡ് വെച്ചതാണ്. ഇനി എത്രത്തോളം വന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സാഹിബിക്ക് പേര് തന്നെ സാഹിബുൻ ഇലൈനീന, രണ്ട് ചെരുപ്പിന്റെ ആളെന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ബുഖാരി തന്നെ അത് പറയുന്നുണ്ട്. കാരണം നബി മലമൂത്ര വിസർജന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ പാദരക്ഷ ഇല്ലെങ്കിൽ പ്രത്യേക ഈ സഹാബി കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ കാഷ്ടിക്കും മൂത്രിക്കൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പല രോഗാണുക്കളും വിരകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാദരക്ഷ ധരിക്കണമെന്ന് നിർദ്ദേശം ഏകമത ഇസ്ലാമാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ അത് ഇസ്ലാം മതം പ്രത്യേകം ജാഗ്രത പുലർത്തുകയാണ്. ഇനി രണ്ടാമത് സ്നേഹിതന്മാരെ, ഭക്ഷണത്തിന്റെ രീതിയിലാണ്. കാരണം മിക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്, ചിലത് അതിര് കവിയുന്നത് കൊണ്ടാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹരിമു ത്വയ്യിബാതി മാ ഹല്ലല്ലാഹു ലക്കും ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലദീ അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസത യൗമൽ ഖിയാമ എന്നാണ്. നല്ലതൊന്നും തിന്നൂല കുടിച്ചൂല നിങ്ങൾ പറയരുത്. ചിലവര് ഇറച്ചി തിന്നൂല, ചിലവര് പച്ചക്കറി തിന്നൂല. ഒരു മുസൽമാന് മാംസബുക്കായോ അല്ലെ സസ്യബുക്കായോ ജീവിക്കാൻ പറ്റൂല. എല്ലാം പടച്ചോനെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. കാരണം നിങ്ങൾ ആട്ടിറച്ചിയിൽ 500 റുപ്യ കൊടുത്ത് വാങ്ങുന്ന ആട്ടിറച്ചിയിലില്ലാത്ത കേവലം തവരിയിൽ അല്ലെ മുതരിയിലുണ്ടാവും, അല്ലെ മത്തന്റെ ഇലയിലുണ്ടാവും. എല്ലാറ്റിനുമായിട്ടാണ് അള്ളാഹ് നമ്മുടെ ശരീരത്തിലുള്ളത് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ നബിന്റെ അടുത്ത് വന്ന് ചില സഹാബത്ത് പറഞ്ഞു, ഒരു സഹാബി പറഞ്ഞു, ഇതാ അക്കൽത്തു ലഹ്മ അഖദത്തിനി ഷഹ്വത്തി, പ്രവാചകനെ ഇറച്ചി തിന്നാൽ എനിക്ക് വികാരം കൂടുതലാവുകയാണ്.
അപ്പം വികാരമില്ലാതിരിക്കാൻ വേണ്ടി ഇറച്ചി ഞാൻ തിന്നൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്നേഹിതന്മാരെ ഈ ആയത്തിറങ്ങണത്. യാ അയ്യുഹല്ലദീനാമനൂ ലാ തുഹദിമു ത്വയ്യിബാതി മാ അല്ലല്ലാഹു ലക്കും. പടച്ചോൻ നിങ്ങൾക്ക് അനുവദിച്ച നല്ലതൊന്നും തിന്നൂല കുടിച്ചൂല നിങ്ങൾക്ക് പറയാൻ പാടില്ല. എല്ലാം നിങ്ങളെ ശരീരത്തിൻ്റെതാ. കാരണം ഈ പ്രകൃതിവാദികളിൽ ധാരാളം വിഡ്ഢിത്തണ്ട്. കാരണം പാല് പശുവിന്റെ കുട്ടിക്കാണ്. അല്ലാഹ് പറഞ്ഞ ഖാലിസൻ ലബനൻ ഖാലിസൻ ഷാരിബൻ ഒക്കെ എന്നാ ഖുർആൻ എത്രേ പറയാം. യുസ്കീകും മിമ്മാ ഫീ ബുതൂനിഹ. നാൽക്കാലി മൃഗങ്ങളുടെ വയറ്റിലുള്ളത് നിങ്ങളെ കുടിപ്പിക്കണ്. കുട്ടിക്കാണെങ്കിൽ ഇത്ര പാലിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം പാല് എന്ന് പറഞ്ഞാൽ എല്ലാ പോഷകങ്ങളും ഉൾക്കൊള്ളുന്ന ഇതാണ്. ആ പാല് പശുവിന്റെ കുട്ടിക്കാണ്. ഇറച്ചി തിന്നാൻ പാടില്ല, വെറും സസ്യബുക്കാണം. ഇങ്ങനെയൊക്കെ പല വിഡിത്തത്തിൽ കൊടുങ്ങി പല ആളുകൾ പല ഭീകര രോഗത്തിന് അടിമപ്പെടാറുണ്ട്. കാരണം എല്ലാം ഉള്ളതെന്നാ അള്ളാഹ് നമുക്ക് വേണ്ടിയാ. അള്ളാഹ് പറഞ്ഞ് ഓല്ലതി നിങ്ങൾക്ക് വേണ്ടിയാണ് അൻആമിനെ പഠിച്ചത്. വമിമ്മ തെക്കുലി നിങ്ങൾ ആ നാൽക്കാലിൽ നിന്ന് തിന്നണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തിന്നാനും കുടിക്കാനും വേണ്ടി ഇങ്ങനെ അള്ളാഹ് സൃഷ്ടിച്ചത്. ഇനി പട്ടാളത്തിൽ വരെ നിയമമുണ്ടല്ലോ ഇത്ര ഗ്രാം ഇറച്ചി തിന്നോണം എന്നുള്ളത്. അപ്പൊ ഒന്ന് ഞാൻ ഇന്നത് ഇറച്ചിയെ മീനെ കൂട്ടുള്ളൂ, ഞാൻ പായറ്റിന്റെ അല്ലെയും തവരന്റെ അല്ലെയും ഒന്നും കൂട്ടൂല എന്ന് പറയാൻ പറ്റൂല. അല്ലെ ഞാൻ വെറും സസ്യബുക്കായിട്ട് ജീവിക്കൊള്ളൂ, ഇത് ഞാൻ കഴിക്കൂല എന്ന് പറയാൻ പാടില്ല. എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. പിന്നെ അള്ളാഹു ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലദീ അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ക്. ഏത് ഡോക്ടറുണ്ടോ എന്നാ ചോദിക്കുന്നത്. കുൽ നബിയെ ചോദിക്ക്, മൻ ഏത് ഡോക്ടറുണ്ട്, ഏത് വൈദ്യനുണ്ട് ഞാന് അനുവദിച്ച നല്ലതും നല്ല ഭക്ഷണമൊക്കെ തിന്നാൻ പാടില്ല എന്ന് വിലക്കണ ഏത് ഡോക്ടറാണ് വൈദ്യനാണ് ഉള്ളതെന്ന് അറിയും. എന്നിട്ട് അള്ളാഹു പറയാ കുൽഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ നല്ല നല്ല ഭക്ഷണങ്ങൾ പഠിച്ച തന്നെ വിശ്വാസിക്ക് വേണ്ടി ദുനിയാവിൽ പഠിച്ചതാ. പക്ഷെ അവിശ്വാസിക്കും അവന് കൊടുക്കുന്ന മാത്രം. ഈ അലങ്കാര വസ്തുക്കള് അതുപോലത്തെ നല്ല ഭക്ഷണം പഠിച്ചതിന്റെ ഉദ്ദേശം അള്ളാഹ് പറയാ അത് വിശ്വാസിക്ക് വേണ്ടി ഞാൻ പഠിച്ചതാ. പക്ഷെ അവിശ്വാസിക്കും ഞാൻ കൊടുക്കും. ചിലപ്പോ കൂടുതൽ അവന് കൊടുത്തെന്ന് വരും. പക്ഷെ ഖാലിസത്തൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ വിശ്വാസിക്ക് മാത്രമുള്ളതുമാണ് എന്ന് സൂറത്ത് അഅറാഫിലും മാഇദയിലൊക്കെ അള്ളാഹ് നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും തന്നെ തിന്നൂല എന്ന് പറയാൻ പറ്റൂല. ഇനി പ്രത്യേക രോഗമുണ്ടായി, ഷുഗറിന്റെ രോഗം ഉണ്ടായാൽ ഇന്നത് പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കാന്നല്ലാതെ വലിയ നെളിഞ്ഞ് നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗമില്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് ബൈപ്പാസ് ഉണ്ടാവരുത്, ബ്ലോക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ഇറച്ചി തന്നെ കൂട്ടാതെ നടക്കുക, മനുഷ്യൻ തന്നെ ബൈപ്പാസ് വരാതിരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കുക, ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഭക്ഷണത്തിന്റെ കുറവ് മുഖേന പല രോഗങ്ങളും ഉണ്ടാവുന്ന അർത്ഥം. ചിലപ്പം സസ്യങ്ങളുടെ പച്ചക്കറികളുടെ കുറവ് പ്രകാരം നമ്മുടെ കണ്ണിന് ചിലപ്പോൾ കാഴ്ച, ഇങ്ങനെയൊക്കെ പല രോഗം ഉണ്ടാകുന്നപ്പോ ഞാൻ പറയണില്ല. ഓരോന്നിനും അവ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അതിരാവാനും പാടില്ല. മിക്ക രോഗങ്ങളുണ്ട് അധികം ആളുണ്ട്. അതുകൊണ്ടാണ് കുലു വഷ്റബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞത്. ഹാറൂൻ റഷീദിന്റെ കാലത്ത് ഒരു വലിയ നിരീശ്വരവാദി ഉണ്ടായിനി. അയാൾ ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിശുദ്ധ ഖുർആനെ കുറിച്ച് വല്ലാതെ അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ, എന്നാ രോഗത്തിനുള്ള ചികിത്സകളെ ഖുർആനിലുണ്ടോ ചോദിച്ചു. ഹാറൂൻ റഷീദ് പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓതി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഹാറൂൻ റഷീദ് ആയത്തോതി കൊടുത്തങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ അമിതാവരുത്. അതിലാ നിരീശ്വരവാദി മുസാബ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാണിച്ചു കൊടുത്തപ്പോ അയാൾ അവിടെ വെച്ച് മുസ്ലിമായി. കാരണം ഈ ആയത്തിൽ എല്ലാ രോഗത്തുള്ള ചികിത്സയുണ്ട് എന്ന് പറഞ്ഞു. മിക്ക രോഗങ്ങളും തിന്നാത്തോണ്ടും കുടിക്കാത്തോണ്ടും ഉണ്ടാകുന്നതാണ്. പിന്നെ സമയം തെറ്റിങ്ങാണ്ടും അമിതമായ ഭക്ഷണം കൊണ്ടും. അതുകൊണ്ടാണ് സ്നേഹിതമായ നബിയും സഹാബത്തൊക്കെ രാത്രി ഭക്ഷണം മഗ്‌രിബിനാ കഴിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, മഗ്‌രിബിന്റെ ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭക്ഷണം തിന്നിട്ട് നിസ്കാരത്തിന് പോയാൽ മതി എന്നാണ്. ഈ കിടക്കുന്ന സമയത്ത് ഭക്ഷണം തിന്ന് ഏർപ്പാടന്നെ ഹദീസ് കാണൂല. നബിയും സഹാബത്തൊക്കെ രാത്രി ഭക്ഷണം ഒരു 5-6 മണിക്കാണ് കഴിക്കാറുള്ളത്. കിടന്നുറങ്ങാൻ പോകുമ്പം കഴിച്ചത് ഹദീസിൽ നമ്മൾ കാണൂല. ഇന്നും അങ്ങനെയാണല്ലോ. ഈ ആസ്പത്രികളിലൊക്കെ രാത്രിക്കത്തെ ഭക്ഷണം കൊടുക്കൽ 5 മണി 6 മണി സമയത്താ, അല്ലെ 11-12 മണിക്കുള്ളതൊക്കെ പാടെ കുത്തി നിറച്ച് ഏത് ആസ്പത്രി എന്ന് നോക്കി
ഈ ആസ്പത്രിക്കാരൊക്കെ പൈസ ഉണ്ടാക്കണേ നമ്മളെ കൊണ്ടല്ലേ. കല്ലിന്റെ രോഗമാണെങ്കിലും മറ്റേത് രോഗമാണെങ്കിലും മാപ്പിളാരാ. കാരണം ഒരു കൃത്യനിശ്ചയം ഒന്നുമില്ലേ. ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ അടിച്ചു വിട്ടിട്ടാ ഉറങ്ങുക. വലിയ മൂർഖം പെരുമ്പാമ്പ് എരനെ പിടിച്ച് മയങ്ങണ മാതിരി. അപ്പൊ അതിര് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അവൻ 2 കാരണത്താണ് മിക്ക രോഗങ്ങളും ഉണ്ടാകുക. അപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞ് നല്ലതൊന്നും നിങ്ങൾ ഹറാമാക്കാൻ പാടില്ല, എല്ലാം നിങ്ങൾ തോതനുസരിച്ച് നിങ്ങൾ തിന്നണം എന്നറിഞ്ഞു. അതേ സമയത്ത് അതിരാവാനും പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഖുർആന്റെ ഒരു മൗലിക തത്വം വഹറമ അലൈക്കുമുൽ ഖബായിസ, മ്ലേച്ഛമായത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായതൊക്കെ തന്നെ അള്ളാഹ് പറഞ്ഞു അത് ഹറാമാണ് എന്ന് പറഞ്ഞു. അത് സസ്യാവട്ടെ ഏത് വർഗാവട്ടെ ആരോഗ്യത്തിന് ഹാനികരമായതൊന്നും തിന്നാൻ പാടില്ല. പിന്നെ റസൂൽ പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാമും വ കുല്ലു മുഫ്തിരിൻ ഹറാമും എന്നാണ്. ലഹരി ഉണ്ടാക്കണമൊക്കെ ഇസ്ലാമിന് ഹറാമാണ്. അത് കള്ളുഷാപ്പാവാൻ ചാരായ ഷാപ്പ് പാടില്ല. ചാരായ ഷാപ്പൊക്കെ അടിച്ച് പൂട്ടി കള്ളുഷാപ്പ് തുറന്ന് അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നായ ഇസ്ലാമിനില്ല. ലഹരി ഉണ്ടാക്കുന്നത് ഏതാവട്ടെ എല്ലാം ഹറാമാണ്. പിന്നെ വക്കുല്ലു മുഫ്തിരിൻ ഹറാമും, ക്ഷീണം ഉണ്ടാക്കുന്നത്. ലഹരി ഉണ്ടാക്കണ്ട അപ്പൊ പുകയില തന്നെ എഴുതി വെച്ചത് കാണും. സിഗരറ്റുമ്പോ തന്നെ അത് ആരോഗ്യത്തിന് ഹാനികരാണ്. പിന്നെ ഹറാമാണോന്ന് പത്തുവയിച്ചണോ? കാരണം റസൂൽ ലഹരി ഉണ്ടാക്കണ്ട. വകുല്ലു മുഫ്തിരിൻ ഹറാമെന്നാണ്. എല്ലാ തളർച്ച ഉണ്ടാക്കുന്നതും ഹറാമാണെന്ന് പറഞ്ഞു. എത്രത്തോളം എന്നാൽ സ്നേഹിതന്മാരെ തിന്നും കുടിക്കും ചെയ്യുമ്പോ പാനീയത്ത് കൂതാൻ പാടില്ല എന്നാണ്. ലാ യതനഫസന്ന അഹദുക്കും ഫിൽ ശറാബി ഫിൽ ഇനായി എന്നൊക്കെ കാണാം. പാത്രത്തിൽ നിങ്ങൾ ഊതാൻ പാടില്ല എന്നാണ്. നിങ്ങളൊരു ഗ്ലാസ് വെള്ളമടുക്കി എന്നിട്ട് 1000 ഊത്തുങ്ങളൊക്കെ ഊതി എന്നിട്ട് ലാബറട്ടറിയിൽ വെച്ച് പരിശോധിച്ച് നോക്കി, ചെറിയൊരു കാർബണേ ഉണ്ടാവുള്ളൂ, വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. നേരെ മറ്റ് ഒരു സിഗരറ്റ് പരിശോധിച്ചാലോ ഒരു പുകയില പരിശോധിച്ചാലോ നിക്കോട്ടിൻ ഏറ്റവും അധികം വിഷമുള്ളതാണ്. അപ്പൊ ചായയിലേക്ക് പാനീയത്തിലേക്ക് ഊതാൻ പാടില്ല എന്ന് പറഞ്ഞ മതം ഈ ബീഡിങ്ങനെ വലിച്ച് ഊതാൻ പറയോ? കാരണം ഊതിയാൽ വലിയൊന്നും ചെറിയൊരു കാർബണേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ അപകടമുള്ളതാണ് പുകയിലയിലും മറ്റിലൊക്കെ ഉണ്ടാണത്. അപ്പൊ ഇലകളിലും ചീത്തുണ്ട്, ഇലകളിലും ഹബായിസ് ഉണ്ട് എന്നർത്ഥം. ഇലവർഗത്തിലും എല്ലാം ഉണ്ട്, വെറും ഇറച്ചിയിലും മാംസത്തിലും മാത്രമല്ല ഉള്ളത്. അപ്പൊ തളർച്ചുള്ളത് എന്താണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഒക്കെ പടച്ചോന്റെ കഥാകഥറാന്ന് പറയാം. എന്നിട്ട് മനുഷ്യ ചെയ്യണ തോന്നിയാസൊക്കെ പടച്ചോന്റെ ചുമരിക്കഴ കിട്ടുക, എന്നിട്ട് കഴിച്ചിലാകുക എന്നർത്ഥം. അത് ഇസ്ലാം അത് അനുവദിക്കണില്ല എന്നർത്ഥം. അപ്പൊ ചായയിലേക്ക് ഊതാനും പാടില്ല, ഊതിയിട്ടില്ലെങ്കിൽ തന്നെ അറിയാതെ ശ്വാസം വിടാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഒരു പാനീയം കുടിച്ചുമ്പോ ഈ മൃഗങ്ങൾ കുടിച്ചിന മാതിരി കുടിക്കരുത്. ഇപ്പം പോത്ത് കാടിവെള്ളം കുടിക്കുകയാണെങ്കിൽ തല പാത്രത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വച്ച ശേഷമാണല്ലോ പോത്ത് തല ഉയർത്തുക. അതേമാതിരി നിങ്ങൾ കുടിച്ചരുത്. ഒരു 3 പ്രാവശ്യമെങ്കിലും ഉച്ഛ്വാസമായി പുറത്തേക്കുണ്ടെന്ന് അറിഞ്ഞു. ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ലഭ്യ പുറത്തേക്ക് തെറ്റിക്കുന്ന ആ മനപ്പൂവം ഊതാനും പാടില്ല, ഉച്ഛ്വാസം പുറത്തേക്കുന്ന വായു അതിലേക്ക് ആവാനും പാടില്ല. അങ്ങനെയൊക്കെ ഇസ്ലാം മതം കൽപ്പിക്കുകയാണ്. ഇനി സ്നേഹിതന്മാര് മറ്റൊന്ന് മനസ്സിന്റെ ശുദ്ധീകരണ. രോഗമില്ലാതിരിക്കാൻ ഇസ്ലാം മതം പറയുന്ന ഏറ്റവും മനസ്സിന്റെ ശുദ്ധീകരണം. കാരണം ഒന്ന് ഹസദ്, അസൂയക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹിതന്മാർ നമ്മൾ രോഗിയാകുകയാണ്, ആരോഗ്യം ക്ഷീണിക്കുകയാണ്. ഇപ്പൊ ഞാൻ മുന്നോട്ടെന്ന KP കേശവന്റെ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പെണ്ണിന് രോഗമായില്ല, പല കോഴിക്കോടുള്ള എല്ലാ വൈദ്യന്മാരും ചികിത്സിച്ചു, രോഗം മാറുന്നില്ല. വലിയ വലിയ ഡോക്ടർമാരൊക്കെ ചികിത്സിച്ച് അവസാനം ഇയാളടുത്ത് എത്തി എന്നാണ് കേസ്. അപ്പം ചീട്ട് പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു, ഭയങ്കര ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് സംശയം, കുട്ടിന്റെ ചുറ്റുപാട് ചോദിച്ച്. അപ്പൊ ഈ പെൺകുട്ടിന്റെ അഞ്ചത്തിനെ കെട്ടിയ വലിയൊരു ഡോക്ടർ ഉദ്യോഗസ്ഥനാണ്. ഈ പെൺകുട്ടിനെ കെട്ടിയത് എന്താ, ഒരു സാധാരണ ഒരു തൊഴിലാളിയാണ്. അപ്പൊ സ്വന്തം അനിയത്തി ഉന്നത സ്ഥാനത്തെത്തിയതിലുള്ള അസൂയ,
ആ അസൂയക്ക് അടിമപ്പെട്ടത് കാരണം കുട്ടി രോഗിയായതാ. അങ്ങനെ ഉപദേശിച്ച് പിന്നെ രോഗത്തിന് ശമനം കിട്ടിയില്ല. ഇതാ ഞാൻ മുന്നോട്ടെന്ന പുസ്തകത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അദ്ദേഹം അസൂയനെ കുറിച്ച് പറഞ്ഞോടത്ത് പറയുന്നുണ്ട്. പിന്നെ റസൂലും പറഞ്ഞ് ലാലിമും മദലൂമാവുന്ന വിഷയം എന്ന് പറഞ്ഞ ആക്രമിക്കപ്പെടാവുന്ന വിഷയം അസദ് മാത്രമാണെന്ന് പറഞ്ഞു. അതായത് എനിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നേക്കാൾ ഞാനാണ് ഉപദ്രവിക്കപ്പെടുക. അസൂയ വെക്കണ ഞാന്. കാരണം ഞാൻ ശരീരം മെലിഞ്ഞ് മരുന്നായിട്ട് രോഗത്തിനൊക്കെ അടിമപ്പെടുകയാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അം യഹ്സൂനന്നാസ അലാമ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. പടച്ചോന്റെ അനുഗ്രഹം പലർക്ക് പല നിലക്കാ കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ അസൂയക്ക് നിങ്ങൾ അടിമപ്പെടുകയാണ് അസൂയപ്പെടുകയാണ് ചോദിച്ചു. പിന്നെ റസൂലുള്ളാഹി ഇയ്യാകും വൽ അസദ, നിങ്ങളെ ശരീരത്തെ സൂക്ഷിക്കണം, അസദിനെ സൂക്ഷിക്കണം. കാരണം നിങ്ങളെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ എന്താ? അസൂയ കൊണ്ട് നമ്മുടെ ശരീരം ഉപദ്രവിക്കപ്പെടുക. നമുക്കിന്ന മേമാജിനോട് അസൂയ ഉണ്ടെങ്കിൽ ആ മേമാജിനേക്കാൾ ഉപദ്രവത്തിന് വിധേയമാവുക നമ്മുടെ അസൂയ കൊണ്ട് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് നബിയാണ് നിങ്ങളെ ശരീരത്തെ സൂക്ഷിക്കുക. വൽ അസദ, അസൂയൻ സൂക്ഷിക്കുക. വൈന്നൽ അസദ യഅ്കുലുൽ അസ്നാതി കമാ തഅ്കുലുൻ നാറു അൽ ഹതബ എന്ന്. ഈ അസൂയ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പുണ്യകർമ്മത്തെ വരെ തിന്ന് നശിപ്പിക്കുന്ന നബി പറയാണ്. അവ സ്നേഹിതന്മാരെ, നമ്മൾ രോഗാവാതിരിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാണെന്നർത്ഥം. അസൂയക്ക് അടിമപ്പെടരുത്. ഇനി ഒരുത്തിനോട് പക ഉണ്ടാവരുത്. പക ഉണ്ടായിക്കഴിഞ്ഞാൽ പക വീട്ടുന്നത് വരെ നമ്മളിങ്ങനെ മനസ്സ് ജീർണിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടൊരു വിശ്വാസി പക ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിക്കാനും കൂടി പറഞ്ഞില്ല. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. പടച്ചവനെ, വിശ്വാസിയായ മനുഷ്യന്മാരോട് എന്റെ മനസ്സിലൊരു പക നീ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാനും അതാ പറയണം. ആ പകയ്ക്ക് നമ്മൾ അതാവരുത്. പിന്നെ പ്രത്യേകിച്ച് സ്നേഹിതന്മാരെ, മിക്ക രോഗങ്ങളും നമുക്ക് പടച്ചോനല്ല ആ വിശ്വാസം ഉണ്ടായാൽ, ഈ മാനസിക രോഗങ്ങൾ മിക്കതുണ്ടാണത് ദൈവവിശ്വാസം കുറയും തോറും മാനസിക രോഗം കൂടും, ആത്മഹത്യ വർദ്ധിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനൂ വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. പടച്ചോനുള്ള അടിയുറച്ച വിശ്വാസം. അതുപോലെ തന്നെ മറ്റൊരു ലോകത്തുള്ള ഒരു വിശ്വാസം. അതുണ്ടായ ടെൻഷനും പിരിമുറുക്കൊന്നും ഉണ്ടാവില്ല സ്നേഹിതന്മാരെ. മിക്ക ആൾക്ക് രോഗം ഉണ്ടാകുന്ന പിരിമുറുക്കം കാരണമാണ്. ഇപ്പൊ ആസ്പത്രി ചെന്ന് നോക്കി, എന്നോട് തന്നെ ഇവിടെ അടുത്തുള്ള ഡോക്ടർ പറഞ്ഞു, മൗലവി ഇവ വരുന്ന മാനസിക രോഗങ്ങളിൽ 75% പിരിമുറുക്ക് ടെൻഷൻ മുഖേനുള്ളതാണ്. കാരണം നേർവ് സംബന്ധമായും പാരമ്പര്യ സംബന്ധമായും 25% ഉള്ളൂ എന്നാണ്. ബാക്കിയുള്ളതൊക്കെ പിരിമുറുക്കാൻ ടെൻഷനാ. എന്തിനാ സ്നേഹിതമേ നമുക്ക് ടെൻഷൻ ഉണ്ടാണ്ടിയത്? കാരണം ഇതൊരു ജീവിതമായിട്ട് തന്നെ ഖുർആൻ പാടില്ല. വൈന്നദ്ദാറിൽ ആഖിറ ലഹിയൽ ഹയവാനൂന. ഇത് ജീവിതമല്ല, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നർത്ഥം. ഈ യാത്രയിലെ സുഖദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ആവലാതിപ്പെടെ സന്തോഷിക്കും വേണ്ടതില്ല. അപ്പൊ അള്ളാഹുവിനും പരലോകത്തുള്ള വിശ്വാസങ്ങൾ സുദൃഢാക്കി എന്നാ മിക്ക പിരിമുറുക്കവും ഇല്ലാതെയാവും. കാരണം എനിക്കെന്നറിയാം, ഞാൻ ജാമ്യയിൽ 8 കൊല്ലത്തോളം പഠിപ്പിച്ചൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടിക്ക് അത്ര സൗന്ദര്യമില്ലാത്ത കാരണം കെട്ടൊക്കെ മുടങ്ങി പോവുക. അനുജത്തിയാണെങ്കിൽ നല്ല സൗന്ദര്യമുണ്ട്. അവസാനം ഓളെന്നെ പറഞ്ഞിരുന്ന ഓളെ ജീവിതം രക്ഷിച്ചോട്ടെ ആണ് അനുജത്തിനെ കെട്ടിച്ചു. അങ്ങനെ കെട്ടിച്ച ശേഷം ഈ അനിയത്തിയും പുയാപ്പളയും ബൈക്കുമേലൊക്കെ ഇരുന്ന് ഇങ്ങനെ വരുന്നതും പിടിച്ചിങ്ങനെ വരുന്നതും പോണൊക്കെ ഈ പെണ്ണ് കണ്ടപ്പോൾ ടെൻഷൻ കൂടുക. അവസാനം ആത്മഹത്യ ചെയ്ത്. നമ്മൾ ഈ മതമൊക്കെ പഠിച്ചതന്നെ എന്തിനാ? ഇതിനു വേണ്ടിയാ. ഇത്തരം രംഗങ്ങൾ നമുക്ക് പിടിച്ചിക്കാൻ പറ്റണം. കാരണം എപ്പോഴും സ്നേഹിതന്മാർ നമുക്ക് രാജപാതയിലൂടെ, നല്ല ഇറച്ചിക്ക് മെർക്കുറിയുള്ള രാജപാതയിലൂടെ നടക്കാൻ സാധിച്ചോണമെന്നില്ല. കുണ്ടും കുയ്യും ചപ്പും ചവറൊക്കെ ഇടവയിലൂടെ നടക്കേണ്ടി വരും എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല, ഇന്നത്തെ ആരോഗ്യം എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല, ഇന്നത്തെ ബഹുമാനിക്കൽ എപ്പോഴും ഉണ്ടായിക്കോണമെന്ന് കിട്ടിക്കോണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കുണ്ടും കുഴി കൂടെ നടക്കുമ്പോഴാണ് നമ്മളെ കയ്യിൽ 2 ടോർച്ച് പ്രകാശിക്കേണ്ടത്. നിങ്ങളെ കയ്യിൽ 2 ടോർച്ചുണ്ട്. അത് നാളെ രാത്രിയിൽ, അല്ലെ ഇരുട്ടുള്ള രാത്രിയിൽ
ഇടവയിലൂടെ നടക്കുമ്പോൾ അത് കത്തുന്നില്ല. നല്ല പകൽ സമയത്ത് രാജപാതയിൽ നടക്കുമ്പോൾ കത്തുന്നുണ്ടെങ്കിൽ എന്തിനാ ടോർച്ച്? അതിന്റെ ഭാരം വഹിച്ച് നടക്കണം, അത് വലിച്ചെറിഞ്ഞൂടെ? അതേമാതിരി പരലോകത്തിന് അള്ളാഹുള്ള ആ ടോർച്ച് അത് നമുക്ക് കൂടുതൽ ഫലം ചെയ്യേണ്ടത് ഇടവയിലൂടെ നടക്കുമ്പോഴാണ്. പക്ഷെ അവിടെ അത് പ്രകാശിക്കണമെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് എത്ര നഷ്ടം സംഭവിക്കുന്നത്? അഭിത ബന്ധത്തിൽ ഏർപ്പെടാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ലേ? പക്ഷെ പടച്ചോനെ വിചാരിച്ച് വേണ്ടാന്ന് വെക്കല്ലേ? എത്ര സുഖങ്ങൾ നഷ്ടപ്പെടുകയാണ് ഈ അള്ളാഹുവിനും പരലോകത്തുള്ള വിശ്വാസം പ്രകാരം. അപ്പൊ ഞാൻ പറഞ്ഞുകൊള്ളുന്ന ഇതാണ്, ഇസ്ലാം മത രോഗശമനത്തിന് നിവാരണമായി, രോഗം തരാൻ നിവാരണമായി കാണുന്നത് മാനസിക ശുദ്ധീകരണമാണ്. പിന്നുള്ളത് സ്നേഹിതന്മാരെ അന്ധവിശ്വാസം. അന്ധവിശ്വാസത്തിന് അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡോക്ടറെയും വൈദ്യനെയും കണ്ടിട്ട് ഫലമില്ല. പലതരം രോഗങ്ങൾ നിങ്ങൾക്ക് ബാധിക്കും. ഒന്നാമത്തെ പിശാച് കൂടല്. പിശാച് കൂടും, പിശാചിനെ കാണും, പിശാച് ശബ്ദം ഉണ്ടാക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ രോഗത്തിന് മോചിതമാകാൻ സാധിക്കാം. അപ്പൊ ഇസ്ലാം മതം പറഞ്ഞത് അപ്പൊ തൂമിനൂന ബിൽ ബാത്തിലി വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. മനുഷ്യരെ അള്ളാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിത്തന്ന് എന്നിട്ടും നിങ്ങൾ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുടുകയാണോന്ന് ചോദിക്കുകയാണ്. ഈ അന്ധവിശ്വാസം ഉണ്ടായ സുഹൃത്തുക്കളെ മാനസിക രോഗമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം മതം ഈ അന്ധവിശ്വാസം കടന്നുകൂടാ, പിശാച് സംബന്ധമായതാ. അതുകൊണ്ട് പിശാച് ആര്? പിശാചിന്റെ കഴിവ് എത്രത്തോളം, പിശാചിന്റെ വലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ശരിക്ക് വിശുദ്ധ ഖുർആൻ തന്നെ വിവരിച്ചു തന്നു. പിശാചിന് അള്ള കൊടുത്ത കഴിവ് വസ്വാസ് ഉണ്ടാക്കല് മാത്രം. രോഗം ഉണ്ടാക്കലെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്റെ ഈ മുന്നിലിരിക്കാണ്ടാവുമോ? ഞാനുണ്ടാവും. രാവിലെ തന്നെ വായിച്ചു നോക്കുണ്ടാക്കിയാലോ? പനി പിടിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറങ്ങി നമ്മൾ നടക്കും. വായിച്ചു നോക്കുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമോ? അപ്പൊ ഇന്ന് സുബൈക്കാനൊക്കെ വായിച്ചു നോക്കുണ്ടാക്കിയാൽ എനിക്ക് വായിച്ചു നോക്കുണ്ടാക്കി ഞാനിവിടെ വരുമോ? അപ്പൊ പിശാചുള്ള കഴിവ് ഇത്ര മാത്രം. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ എന്ത് ചെയ്യുക? വസ്വാസ് ഉണ്ടാകുക ചെയ്തടാ. ഖുർആൻ പറഞ്ഞു അയലമല്ലാഹുമൻ യഖാഫുഹു ബിൽ ഗൈബി. ഏത് മനുഷ്യന് അള്ളാഹ് വിരോധിച്ച തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കുന്ന, ഇങ്ങക്ക് ഒരു വ്യഭിചരിക്കാൻ അവസരം അള്ളാഹ് ഉണ്ടാക്കി തരും. ആരും കാണാതെ മദ്യപിക്കാൻ അവസരം ഉണ്ടാക്കി തരും. ആരും അറിയാതെ കൈക്കൂലി പച്ച നോട്ടിങ്ങനെ വെച്ച് നീട്ടിത്തരും നിങ്ങൾക്ക് കൈകൂലി വാങ്ങാൻ. ആരും അറിഞ്ഞോണമെന്നില്ല. ഇങ്ങനെയൊക്കെ അവസരം അള്ളാഹ് ഉണ്ടാക്കണം. എന്തിനാ? ആരാണ് അദൃശ്യത്തിലൂടെ പടച്ചവൻ എന്താണ് ഭയപ്പെടുക എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് കൈകൂലി അങ്ങനെ നല്ലൊരു അവസരം കിട്ടുക. അപ്പൊ പിശാച് അവിടെ ഇടപെടും. വാങ്ങിക്കടാ, അതിന്റെ സക്കാത്തത് കൊടുത്താൽ മതി, അല്ലെ ശിർക്കല്ലാത്തക്കഥ പുറത്തരൂലേ, അല്ലെ വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കും. വ്യഭിചരിക്കാൻ അന്നൊരു അവസരം ഉണ്ടാക്കുമ്പോൾ പിശാചായി കൂടെ കുറച്ച് മണ്ണെണ്ണയും കൂടിയും പോലും. ആ മണ്ണെണ്ണ എന്താ? ശിർക്കല്ലാത്തൊക്കെ പുറത്തരൂല. പഠിച്ചോ ഇജ്ജ് വ്യഭിചരിച്ചിട്ട് അജ്ജിനോ ഉംറക്കോട് പോയിക്കോ, എന്നാ പിന്നെ ഉമ്മ പെറ്റ മാതിരിയല്ല കുട്ടിയാകുക എന്ന് നബി പറഞ്ഞിട്ടില്ലേ? ഹജ്ജാണ് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മ പെറ്റ മാതിരിയാവുന്ന. അപ്പൊ ഞാൻ വ്യഭിചരിച്ചാ എന്നിട്ട് ഉമ്മ പെറ്റ മാതിരി ആകാൻ വേണ്ടി ഉംറക്ക ഹജ്ജിനോട് പോയിക്കാം എന്നൊക്കെ പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കുക. പക്ഷെ ഇത് വളരെ ദുർബല. അല്ലാഹ് പറഞ്ഞു വഖാതിലു ഔലിയ അശൈത്താനി ഇന്ന കൈദ ശൈത്താനി കാന ലൈഫ. പിശാചിന്റെ മിത്രങ്ങളുണ്ട്. പിശാചിനില്ലാത്ത കഴിവ് പറഞ്ഞു നടക്കുന്ന ആളുകൾ. പിശാചിനെ പൂജിച്ചാല് ജർമ്മനിയിലെ മരുന്ന് കൊണ്ടുവരും, വാച്ച് കൊണ്ടുവരും, സർവ്വരോഗങ്ങളും പിശാച്ചുണ്ടാക്കും. ഇങ്ങനെ പറഞ്ഞ പിശാചിന്റെ ബന്ധുക്കളുണ്ടല്ലോ, ഓരോടാങ്ങൾ സമരം നടത്തേണ്ടത് പിശാചിനോടല്ല, പിശാചിന്റെ ഔലിയാക്കളോട് സഹായികളോട് നിങ്ങൾ ധർമ്മസമര യുദ്ധം ചെയ്യുക. എന്നിട്ടുള്ള ഇന്ന കൈദ ശൈത്താനി കാന ലൈഫ. പിശാചിന്റെ കുതന്ത്രം വളരെ ദുർബലമാണ് കേട്ടോ. പിശാചിന് വേണ്ടി ശക്തി കൂട്ടുന്ന ആളുകളുടെ ആയത്വതീസ് ഓതിയിട്ട് ഇല്ലാത്ത കഴിവുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. കാരണം പിശാചിന്റെ തന്ത്രം വളരെ ദുർബലമാണ്. അപ്പൊ അള്ളാന്റെ ഖുർആൻ അള്ളാഹ് പറഞ്ഞ് പിശാചിന്റെ തന്ത്രം വളരെ ദുർബലാണ്. ഇനി നിങ്ങൾ സ്നേഹിതന്മാരെ പഠിച്ചു വെക്കേണ്ടത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദ്യം ചോദിക്കുക. എന്തുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് പിശാചിന്റെ കുതന്ത്രം, അവന്റെ കഴിവുകൾ ദുർബലമാണെന്ന് പറഞ്ഞത്?
അതിന് 4 കാരണം. ഒന്നാമത്തെ കാരണം സൂറത്ത് അഹ്റാഫിലെ 21-ാമത്തെ ആയത്തും സൂറത്ത് നാസുമാണ്. അല്ലാഹു പറഞ്ഞു ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിന ശൈത്താനി തദക്കറു ഫൈദാഹും മുബ്സിറൂൻ എന്നാണ്. പിശാചിന്റെ ഏത് ബാധയാവട്ടെ, ഇബ്നു കസീർ പറഞ്ഞ ഈ ആയത്തിന്റെ പല്ലിൽ പിശാചിന്റെ എല്ലാ ഏർപ്പാടും പെട്ടുന്ന ആ പിശാചിന്റെ ഏത് ബാധയാണെങ്കിലും പടച്ചോനെ എന്നുള്ള ചിന്ത ഉണ്ടായ മതി, അള്ളാഹുടെ ചിന്ത ഉണ്ടായ മതി. അപ്പൊ അത് ഓനെ വിട്ടുമാറി നിങ്ങളാ മോചിതരായി. ഓൻ പരാജയപ്പെട്ട് പിന്നെ നാസിൽ പറഞ്ഞത് കുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞ ഓമന പേര് ടൈറ്റില് പിശാച്ചിന് കൊടുത്തത് പടച്ചോൻ തന്നെയാ. പിശാച്ചിനെ പടച്ച ഖന്നാസ് ബേക്കടിച്ചുന്നവെന്ന പടച്ചോനെന്ന ചിന്ത ഉണ്ടായി ബേക്കടിച്ചു പോയി. അപ്പൊ ഒന്നാമത്തെ കാരണം അള്ളാഹുടെ ചിന്ത ഉണ്ടായാൽ ഓന്റെ ആ ഏത് ബാധയാവട്ടെ വിട്ടുമാറി. അപ്പൊ അപസ്മാര രോഗം പിശാച്ചുണ്ടാക്കുവോ? ഉണ്ടാക്കുമെങ്കിൽ അള്ളാഹ് ഓനെ കേൾപ്പിച്ചാൽ മതി, നാ മാറണോ? അല്ലെ അള്ളാഹുടെ ചിന്തോനുണ്ടാകണം, മാറണം. മാറണില്ലേ? അപസ്മാര രോഗമല്ല, പിശാച്ചുണ്ടാക്കിയ അപസ്മാര രോഗമല്ല. ഇനി മാനസിക ഭ്രാന്തി പിശാച്ചുണ്ടാക്കുവോ? ഉണ്ടാക്കുമെങ്കിൽ അള്ളാഹ് എന്നുള്ള ചിന്തോനുണ്ടായാൽ മതി, മാനസിക രോഗം മാറണം. മാറണില്ല, പിശാച്ചുണ്ടാക്കിയതല്ല. ആ പിശാച്ചിന് ഏത് ബാധയാവട്ടെ അള്ളാഹുടെ ചിന്ത ഉണ്ടായി. ഏതുപോലെ 3 ഗുഹയിൽ കുടുങ്ങിയ ചതങ്ങൾ കേട്ടിട്ടില്ലേ? അവര് പറഞ്ഞ് ആരാണ് ചക്കരക്കുടത്തിൽ കൈയിട്ട് മാന്തി മൂസാ നബീന്റെ കൊണ്ട് ഇബ്രാഹിം നബീന്റെ ജാവ് കൊണ്ട് ഇത് വർദ്ധിച്ചിട്ടൊന്നും പറയല്ല. നമ്മളെ രക്ഷപ്പെടുത്താൻ ഇല്ലാബി സാരി അഹ്മാലിക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനം എടുത്ത് പറയാം. എന്നിട്ട് അള്ളാഹ് ചോദിച്ച എന്നാലേ രക്ഷയുള്ളൂ എന്നാണ്. അങ്ങനെ ഒരുത്തൻ പറഞ്ഞ് ഞാൻ എന്റെ എളാപ്പാന്റെ മകളെ സ്നേഹിച്ച് ഓള് വിസമ്മതിച്ച് അവസാനം നാട്ടിലെന്താണ് പട്ടിണിയായി. അപ്പൊ ആ പെൺകുട്ടിക്ക് എന്നെ സമീപിക്കേണ്ടി വന്ന് ഞാൻ അവസരം ഉപയോഗിക്കാൻ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിച്ചു. അവള് മനസ്സോടുകൂടി സമ്മതം മൂളി. അവസാന നിമിഷത്തിലാണ് അവൾ അള്ളാനെ ഓർക്കണട്ടോ എന്ന് പറഞ്ഞു. ഇയാളെ പിശാചി പിന്മാറി, പറഞ്ഞതിലധികം പൈസ കൊടുത്ത് പിന്മാറി. അപ്പൊ ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാറുണ്ട്, പിശാച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യൂലല്ലോ. പിശാച്ചിനെ അള്ളാഹ് പഠിച്ചിട്ടില്ലാന്ന് വിചാരിക്കും, എന്നാലും നിങ്ങൾ ചെയ്യുന്ന തെറ്റൊക്കെ ചെയ്യും. മനുഷ്യന് നന്മയും തിന്മയുള്ള ചിന്ത ഉണ്ട്, അതിനെ ഇതാക്കിയത്. പിശാച്ചിനെ സൃഷ്ടിച്ചില്ലെങ്കിൽ കുറച്ച് തിന്മ കുറയും, അതിനേക്കാൾ കുറച്ച് കുറയും കഞ്ചാവ് അവീന് ഉമ്മെന്നുള്ള പഠിച്ചിട്ടില്ലെങ്കിൽ. ഇതൊക്കെ പഠിച്ചോൻ പഠിച്ചതന്നെയല്ലേ കള്ളും കഞ്ചാവും അവീനും ഉമ്മൊക്കെ. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ തിന്മ കുറയും. പിന്നെ നമ്മളെ ചില മൗലൈമാരും മൂല്യന്മാരും ഇല്ലെങ്കിൽ പിശാച്ചിനെ പഠിച്ചിട്ടില്ല, തിന്മ കുറയുന്നേക്കാൾ തിന്മ കുറയും ചില മൗലൈമാരും മൂല്യന്മാരും ഇല്ലെങ്കിൽ. പിന്നെ നമ്മളെ ഈ സിനിമാശാലകള് ഇതൊക്കെ ഇല്ലെങ്കിൽ പിശാച്ചിനെ അള്ളാഹ് പഠിച്ചില്ലാന്ന് വെക്കി, അതിനേക്കാൾ തിന്മ കുറയും. പിശാച്ചിനെ അള്ളാഹ് പഠിച്ചിട്ടില്ലെങ്കിൽ അല്പം തിന്മക്ക് കുറവുണ്ടാവുള്ളൂ. ആ പിശാച്ചിന് വസ്വാസ് ഉണ്ടാക്കുന്ന ഒരു കഴിവ്, മണ്ണെണ്ണ പാരുക. നിങ്ങൾക്ക് കൈകൂലി വാങ്ങാൻ അവസരം കിട്ടുമ്പോൾ കുറച്ചൊരു മണ്ണെണ്ണി കൂടി പാരുക. അതിന് നല്ലൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇവിടെ ഉണ്ട്, അഗ്നിശമനം കയ്യിൽ തന്നിക്കണ്. ആ അഗ്നിശമനം അള്ളാഹുള്ള ചിന്ത. അപ്പൊ പിശാച്ചുള്ളതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തതാണെന്ന് മറക്കണ്ട. പിശാച്ചുള്ളതുകൊണ്ടല്ല. ദേഹച്ചല്ലെങ്കിൽ റാജി ഇമാമും ബിനജറക്കപ്പാന മനുഷ്യനെ ദേഹച്ചല്ലെങ്കിൽ പിശാച്ചിനെ ചുക്കും ചെയ്യാൻ പറ്റൂലാണ്. ഷണ്ടനെ കൊണ്ട് വ്യഭിചരിക്കാൻ പിശാച്ചിന് സാധിക്കുമോ? ഒരു ഷണ്ടന് വികാരമില്ലാത്തൊരു ഷണ്ടൻ മൂപ്പരെ കൊണ്ട് വസ്വാസുണ്ടാക്കി വ്യഭിചരിക്കാൻ പിശാച്ചിന് സാധിക്കുമോ? സാധിക്കൂല. അപ്പൊ മജ്ജയും മാംസവും ദേഹച്ചുള്ള മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യാച്ചിനെ പിശാച്ചിന് സാധിക്കുള്ളൂ. അങ്ങനെ മണ്ണെണ്ണ പാരല് മാത്രം. അതിന് പഠിച്ചോ നല്ലൊരു യന്ത്രം ഇവിടെ തന്നിട്ടില്ലേ അത് കെടുത്താനുള്ളത്. അതുകൊണ്ട് പിശാച്ചിന്റെ മേൽക്ക് കുറ്റം പറയണ്ടെന്നർത്ഥം. രണ്ടാമത്തെ കാരണം അള്ളാഹ് ഗ്യാരണ്ടി ഏറ്റെടുത്തിരിക്കുന്ന സ്നേഹിതന്മാരെ. ഇവർക്ക് ഈ ഗ്യാരണ്ടിയിലൊന്നും വിശ്വാസമല്ലേ? ഗ്യാരണ്ടി എന്താ? സൂറത്ത് ഇസ്രായേൽ അതാ പറയാ, പിശാച്ചിനോട് അള്ളാഹ് പറയുന്നത് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും വകഫാ ബിറബ്ബിക വകീല. എന്റെ യഥാർത്ഥ അടിമകളുണ്ടല്ലോ, വിശ്വാസികള്, അവരെ മേൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല. സുൽത്താൻ കുദ്റത്ത് ഖുവത്ത് എന്നൊക്കെ ജലാലിനി കൊടുക്കുന്നത് ഒരു കഴിവില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വകഫാ ബിറബ്ബിക വകീല, എനിക്ക് എന്ത് കഴിവുണ്ടോ
എല്ലാ കഴിവിൽ നിന്നും എന്റെ ദാസന്മാരെ ഞാൻ സംരക്ഷിക്കുന്ന ഹാഫിളൻ മിൻ ശരീക്കാണ് ജലാലിനി പറഞ്ഞത്. വക്കീലാണ് ഹാഫിൾ. നിനക്ക് എന്ത് കഴിവുണ്ടോ? എനിക്ക് അപസ്മാര രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഈ കഴിഞ്ഞ അൽ ഇസ്ലാം മാസികയിൽ വരെ എഴുതി സുഹൃത്തുക്കളെ. അൽ ഇസ്ലാം മാസികയിൽ പണ്ഡിതൻ, വലിയ വിവാദ പണ്ഡിതൻ, ശൈത്താൻ കൂടും കൂക്കും, ഒറിജിനൽ കൂക്കും ഉണ്ടോല്ലോ, അഭിനയിച്ചു കൂക്കലുണ്ട്. ഏർവാടിയിൽ അഭിനയിച്ചു കൂക്കലുണ്ട്, യഥാർത്ഥ കൂർക്കലുണ്ട്. ഒരു പണ്ഡിതൻ എഴുതി വിട്ടതാ കഴിഞ്ഞ മാസത്തെ മാസികയില്. ഇപ്പോൾ ശൈത്താൻ കൂക്കും, ഇങ്ങോട്ട് ഒറിജിനൽ കൂക്കുണ്ടാക്കുമല്ലോ. അഭിനയിച്ചുകാണ് കൂക്കലുണ്ട്. ഒറിജിനൽ കൂക്ക് ഏർവാടി കണക്കുണ്ട്, പിശാച്ച് കൂടിയിട്ട് ഒറിജിനൽ കൂക്കുണ്ട്. അപ്പൊ അള്ളാഹ് പറഞ്ഞ എന്താടോ, എനിക്ക് ഒറിജിനൽ കൂക്കുണ്ടാക്കാനുള്ള കഴിവുണ്ടോ? എന്നാ എന്റെ ദാസന്മാരെ എല്ലാറ്റിനും ഞാൻ സംരക്ഷിക്കുന്ന വഖഫാ ബിറബ്ബിക വക്കീലാണ്. അപ്പൊ സ്നേഹിതന്മാരെ, നിങ്ങൾ നിസ്കരിച്ച് നോമ്പ് വെച്ച് ദാനധർമ്മം ചെയ്ത് ഖുർആൻ പഠിച്ച് ജീവിച്ച എന്നാ പിശാചിനെ പേടിച്ചണ്ട. എല്ലാറ്റിനും അള്ളാഹ് ഗ്യാരണ്ടി തന്നതാ. പഠിച്ചോന്റെ ഗ്യാരണ്ടി ഇങ്ങ് പോരെ. ഓരോ ആറോല ഹദീസിന്റെ പിന്നാലെ നിങ്ങൾ പോണോ? പഠിച്ചോ അവിടെ ഗ്യാരണ്ടി നൽകാൻ നമുക്ക്. എല്ലാ വിശ്വാസികളായി ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കുതന്ത്രത്തുനിന്നും ഞാൻ രക്ഷപ്പെടുത്തുന്ന. അപ്പൊ രണ്ടാമത്തെ അള്ളാന്റെ ഗ്യാരണ്ടി. മൂന്നാമത്തത്, പിശാചൻ എവിടെയും പറയില്ല എനിക്ക് അപസ്മാരം ഉണ്ടാക്കാനും രോഗം ഉണ്ടാക്കാനും ശരീരത്തിൽ കയറിക്കൂടി കൂക്കലുണ്ടാക്കാനൊക്കെ കഴിവുണ്ട്. ഓൻ പറഞ്ഞത് ഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഊവിയന്നഹും അജ്മഈന. നല്ലതല്ലേ നല്ലതെന്ന് തോന്നുന്നു. മിക്ക ശിർക്കും വിദഗ്ധ അങ്ങനെയാണല്ലോ. എന്താ നല്ലതല്ല? എന്താ മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോ ദിക്റില്ല? നല്ലതല്ലേ? എന്താ കണ്ണൂക്ക് കഴിച്ചാൽ സാധുക്ക് തിന്നാൻ കൊടുക്കല്ലേ? എന്താ കൂട്ടുമാടത്തിന് നടത്തിയാലും നല്ലതല്ലേ? അപ്പൊ ശിർക്കും വിദഗ്ധും ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ ചിന്ത ഉണ്ടാക്കുക. ഇനി വ്യഭിചരിക്കുകയാണെങ്കിൽ ഒരു വേശ്യസ്ത്രീനോട് ചെന്ന് ചോദിച്ചു നോക്കി, ഓളോളത് ഏർപ്പാട് ന്യായീകരിക്കൂലേ? ഒരു പോക്കറ്റ് അടിക്കാനോട് ചോദിച്ചു നോക്കി, ഓൻ പറയും ഞാൻ ജീവിക്കാൻ പോക്കറ്റ് അടിച്ച. നിങ്ങളെ മന്ത്രിമാർ എത്ര പോക്കറ്റ് അടിച്ചിട്ടുണ്ട്? അഴിമതി നടത്തുന്നുണ്ട്. ഞാൻ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ പോക്കറ്റ് അടിച്ചുള്ളൂ. അതിൽ വലിയ പോക്കറ്റല്ല മന്ത്രിമാരെ ഇതാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കുക, അതിനെനിക്ക് കഴിവുള്ളൂ. അതെന്നെ പിശാചനെ പറയാട്ടോ, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീന്നും പറഞ്ഞ്. വിശ്വാസികളാണെങ്കിൽ ചുക്കും എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇബ്ലീസ് പറയച്ച ചുക്കും ചെയ്യാൻ പറ്റൂല. ഇവന്മാരോ ഹദീസോതി ചോദിക്കുന്നു. തിന്മ അലങ്കരിക്കാൻ ഉണ്ടാക്കുക. മൂന്നാമത്തെ കാരണം പിശാചെന്നെ പറഞ്ഞു ചെയ്തു മൂല്യപ്പെടുത്തി കളി. നാലാമത്തത് പിശാചിന് നിർബന്ധിക്കാനുള്ള കഴിവില്ല. അത് പിശാചെന്നെ ഗീർബാണ പ്രസംഗം നടത്തുകയാണ്. മാശ്രീരുമളെ മാകാനലി അലൈക്കും മിൻ സുൽത്താനി ഇല്ലാൻ ദഅൗതുക്കും ഫസ്തജിബ്തും വലാ തലൂമൂനി വലൂമു അൻഫുസക്കും. കൂട്ടരെ, ഞാനുള്ളതുകൊണ്ട് അങ്ങ് തെറ്റ് ചെയ്താണ് കഴിച്ചില്ലാന്ന് നോക്കണ്ട. എനിക്ക് നിങ്ങളെ മേലെ യാതൊരു സ്വാധീനവുമില്ല. തിന്മ ചെയ്യിച്ചാൻ വരെ വസ്വാസിലൂടെ ക്ഷണിച്ച് നിങ്ങളൊരു ഉത്തരം നൽകി. അതുകൊണ്ട് ഇന്നെ കുറ്റം പറയണ്ടോ എന്നാ. എന്നെ വിമർശിക്കണ്ട, നിങ്ങളെ ശരീരത്തെ തന്നെ വിമർശിച്ചോളൂ എന്ന് പറയാണ്. അപ്പൊ സ്നേഹിതന്മാരെ, ആ അന്ധവിശ്വാസത്തിന് കീഴ്പ്പെട്ട് ഈ ഭയപ്പെടൽ എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. കുറെ കൊല്ലം മുമ്പ് എന്റെ ഉപ്പ അലബി മൗലവി ഒക്കെ ഇമാമിക്കുന്ന സമയത്ത് തെറാബി കഴിയാ 12 മണിയൊക്കെ കഴിയും. അപ്പൊ ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ വിത്തിറെത്തിയ സമയത്താണ് ഒരാൾ വന്ന് ഒതുടുത്തിങ്ങനെ നടക്കണമൊക്കെ ഞങ്ങൾ കണ്ടു. ഒച്ചുണ്ട്. സലാം വീട്ടിയൊക്കെ ആളെ കാണില്ല. പള്ളി പൂട്ടി പോണ്ടേ. ഒരാൾ കയറി വന്നിക്കണ്. അവസാനം ആ പള്ളിയിൽ നിന്ന് കാലെടുത്ത് വെക്കണ ശ്മശാനത്ത് കാട്ടോ, ഖബർമക്ക വെല്ലള്ളിന്ന് ഇപ്പൊ കുറെ അതായിട്ടാണ്. അപ്പൊ ഞാൻ ടോർച്ച് വെച്ച് കയറി നോക്കി. അപ്പൊ എന്തായാലും പെണ്ണിങ്ങനെ മുടി കഴിച്ചിട്ട് നിൽക്കുക. ഇനി പിശാച്ച് കൂടാൻ വേറെന്തേലും വേണോ? നിങ്ങളെ രൂപം കണ്ടുങ്ങാണ്ട് പേടിച്ചുമ്പോ പിശാച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വാദിയായി, സോക്കടായി. നേരെ മറിച്ച് മാനസിക രോഗിയാണ് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാലേ രോഗാവൂല, അപ്പഴേ പേടിണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ രൂപത്തെ കാണുമ്പോൾ അത് ശൈത്താനാന്ന് വിചാരിച്ച് പേടിച്ചാൽ പിന്നെ സോക്കേടിന് അടിമപ്പെട്ട് പിന്നെ നിങ്ങൾ രോഗിയായി. പക്ഷെ കണ്ണമ്പാനം കൂടെ അങ്ങ് പോവുക 2 മണിക്ക്. അപ്പൊ കാട്ടുന്നൊരു ചങ്ങായിട്ട് വന്ന്, അപ്പൊ ഓൻ വലിയ കള്ളുടിയനോ തമ്മാടി ആയിരിക്കും എന്ന് പേടിച്ചു കഴിഞ്ഞാല് നിങ്ങൾ രോഗത്തിന് അടിമപ്പെടൂല. പക്ഷെ പിശാച്ചാന്ന് പേടിച്ചാലോ
അല്ലെ ആത്മാവാണ്, പ്രേതാണെന്ന് പേടിച്ചാലോ നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ട്. പിന്നെ ഏത് വൈദ്യങ്ങൾ ചികിത്സിച്ചിട്ടും ഫലം ഉണ്ടാവില്ല, രോഗം മാറൂല. അപ്പൊ അള്ളാന്റെ ഒരു ഖുർആൻ എനിക്ക് ഓർമ്മ വന്ന്, അള്ള എന്ത് പറഞ്ഞു, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. പിശാചും എന്റെ ഗോത്രവും നിങ്ങളെ ഇങ്ങോട്ട് കാണും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂലായിരുന്നു. ഏതുപോലെ പടച്ചോനെ കുറിച്ച് അള്ള പറഞ്ഞില്ലേ, ലാ തുദിരിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാറ എന്ന് പറഞ്ഞു. കണ്ണുകളെ അള്ള അങ്ങോട്ട് കാണും, നമ്മൾ കണ്ണുകൊണ്ട് കാണൂല. ഇപ്പൊ അമ്മയും സായിബാബിയൊന്നും ദൈവമല്ലാന്നുള്ള നമുക്ക് പല തെളിവുണ്ട്. ഒരു തെളിവ് അമ്മയെ നമ്മൾ കണ്ണുകൊണ്ട് കാണില്ലേ, അപ്പൊ അതിലും വലിയത് കാണുന്നത്. ഒരു മാനസിക രോഗി വന്ന് അവിടെ താമസിച്ചിട്ടേ ചേനലാൽ ചോദിക്കുക, ആ മാനസിക രോഗി വന്ന് അവിടെ കൂടെ നിങ്ങൾക്ക് അറിയില്ലേ? അവരുടെ മറുപടി, ഞങ്ങൾക്ക് അറിയാൻ ഒരു മാർഗവുമില്ല എന്നാ. ദൈവമാണ് ഉണ്ടായിട്ട് അദൃശ്യം അറിയാൻ വേണ്ടി ചെല്ലാണ്. അദൃശ്യം അറിയാൻ ഒരു മാർഗം ഞങ്ങൾക്കില്ലായിരുന്നു, ഞങ്ങൾ അറിയില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ തെളിവ് കണ്ണോണ്ട് കാണണമെന്നും ദൈവമല്ല, കണ്ണോണ്ട് കാണുന്ന പിശാചുമല്ല എന്നർത്ഥം. ആ ആയത്തോർമെന്നുകൊണ്ട് പേടിച്ചിന ചെന്ന് നോക്കുമ്പം ഒരു സാറാന്നൊരു ബ്രാൻസി രോഗിയാണ് വന്നീനാണ് വണ്ണങ്ങാടിയിൽ. ഓള് കയറി കൂടിയതാ. ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങൂല, നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിടാന്ന് അറിഞ്ഞ്. അതൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് തീരുമാനിച്ചാണ് കല്യാണം കഴിക്കണതെന്ന് പറഞ്ഞത്. കൊണ്ട് കാണിച്ചോട്ടെ നിങ്ങളാന്ന് വിചാരിക്കി. ഒരു 12 മണി നേരത്ത് നിങ്ങൾ ആ മാളിന്റെ മുകളിൽ ഉറങ്ങാൻ വേണ്ടി കയറുക. ചുറ്റുമാകത്തും കബറാണ്. ഒരു പെണ്ണിങ്ങനെ മുടി കഴിച്ചിരിക്കണ്ട, പിന്നെ നിങ്ങൾക്ക് ശൈത്താൻ കൂടിയില്ലേ? നിങ്ങൾ മാനസിക രോഗിക്ക് അടിമപ്പെട്ടില്ലേ? നിങ്ങളത് ശൈത്താനാന്ന് വിശ്വസിച്ച് പേടിച്ചാല്. നേരെ മറിച്ചാൽ മാനസിക രോഗിയാണ്, എന്തെങ്കിലും ചെയ്യോ മാന്തോ കുത്തോ എന്നൊക്കെ പേടിച്ചാണെങ്കിൽ സ്ഥായിയായി നിങ്ങൾ രോഗത്തിന് അടിമപ്പെടൂല. അപ്പൊ എന്തിനാ നിങ്ങൾ കാണുമ്പോഴും പിശാച്ചാണെന്ന് പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ട് സ്നേഹിതന്മാരെ. ആ എത്രത്തോളം വന്നാൽ ഈ മുഹമ്മദ് ഹസൻ സാഹിബ് ഇത് പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞ് നമ്മളെ ക്ലാസ്സിൽ ഒരു പെണ്ണിന് പിശാച്ച് കൂടിയെന്നാ, എന്നിട്ട് പോയിട്ടും തീരാത്ത ജന്തു എന്നാ പറയാന്ന് പറഞ്ഞ. അവസാനം അന്വേഷിച്ചപ്പോ എന്തായാലും ഈ പെണ്ണ് തീവണ്ടി കണ്ടിട്ടില്ല. അപ്പൊ ഒരു കല്യാണത്തിന് വടകരന്ന് ഈ ഓവർ പിടിച്ച് വരുന്ന മുമ്പാ ഈ തീവണ്ടി പോകാൻ ഗേറ്റ് അടിച്ചിക്കണെന്നായിരുന്നു. അത് അതോ വന്നത് ഗൂഡ്സ് വണ്ടിയാ, അരമണിക്കൂറൊക്കെ പോകണ്ടാവോ അത് ഗൂഡ്സ് വണ്ടി. അതില് പെണ്ണ് ഉമ്മ പറഞ്ഞ് എന്നെ മോളിങ്ങനെ പിടിച്ചിനി പോയിട്ടും തീരാത്ത ജന്തു എന്നാണ്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി കൂടിയത് ഗൂഡ്സ് വണ്ടിയാണ്. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഗൂഡ്സ് വണ്ടി ഇതല്ലേ ഇത് കണ്ടതാണ്. ആ പിശാച്ചിറങ്ങിന്നാണ്. അപ്പം കൂടുന്നത് പിശാച്ചല്ല, ഗൂഡ്സ് വണ്ടിയാ. ബാധിക്കുന്നത് എന്താണ്? സാറാ പിരാന്തത്തിയ അല്ല, പിശാച്ചല്ല എന്നർത്ഥം. കണ്ണമ്പറമ്പിൽ എന്ത് തസ്തിക സുഹൃത്തുക്കളെ പിശാച്ചിനുള്ളത്? നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ ശവത്തിന്റെ കൂടെ മോർച്ചറിയിൽ ശവത്തിന്റെ കൂടെ കടന്നുതരാം, ചീഞ്ഞ വാസന ഉണ്ടാവരുത്. ഞാൻ നന്നായിട്ട് ഉറങ്ങും ചെയ്യും ശവത്തിന്റെ കൂടെ മോർച്ചറിയിൽ. പക്ഷെ പള്ളിയിൽ ഒരു നിസ്കാരത്തായമ്പുള്ള മൂല്യാരെ കൂടെ കിടക്കൂല. കാരണം മേലാക്കത്ത്, മഞ്ചേരി മേലാക്കത്ത് പള്ളിയിൽ ഒരു മൂല്യാരെ കൂടെ ഇങ്ങനെ രാത്രി കിടന്നൊക്കെ നേരം പൊളത്തോക്കുമ്പോ ബാഗും ഇല്ല മൂല്യാരും ഇല്ല, രണ്ടുമായിട്ട് പോയിക്കിടുന്ന അർത്ഥം. നിങ്ങൾ കണ്ണമ്പറമ്പിലല്ല പിശാച്ചിനെ പേടിച്ചേണ്ടിയ മിഠായി തെരുവിൽ വൈകുന്നേരം ആണും പെണ്ണും ഇങ്ങനെ ഉരസി നടക്കുക. നിങ്ങൾ വലിയങ്ങാടിയാ പിശാച്ചിനെ പേടിച്ച അവിടെ കച്ചവടം ബിസിനസ് നടക്കുക. മരിച്ചോടത്ത് എന്ത് തസ്തിക പിശാച്ചിനുള്ളത്? എന്ത് ഏർപ്പാടാണുള്ളത്? അപ്പൊ സ്നേഹിതന്മാരെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, പിശാച്ച് ബാധ ഒന്നില്ല. ഇപ്പോഴൊക്കെ എന്റെ ഇങ്ങളൊക്കെ ശരീരത്തിൽ പിശാച്ചുണ്ട്. അതിന്റെ ക്രിയ നടക്കുക തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും. അതിന് ഞാൻ പറഞ്ഞ ദുർബലമാണെന്ന് പറഞ്ഞ് അതിന്റെ കാരണം ഞാൻ വിശദീകരിച്ച്. പിന്നെ ബാധിക്കൽ പിശാച്ചല്ല, ഗൂഡ്സ് വണ്ടിയും ഈ മാനസിക രോഗികളും. പിശാച്ചിന് ഒച്ച ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ നബി പറഞ്ഞ് നമ്മളെ തഹജ്ജുദ് നിസ്കരിക്കുക. പിശാച്ച് കടന്നുകൂടി ഉതുക്കുറ് കഥ എന്നത് ഓർത്തോ എന്ന് പറയുന്ന അതിനിക്കണോ? തട്ടിയമെങ്ങനെ കൊടുക്കൂട് ഒച്ച ഉണ്ടാക്കിയാല്. ഇനി പിശാച്ചിന് ചാത്തനേറ് എറിയാൻ പറ്റുമെങ്കിൽ, പിശാച്ചിന് ഭാരമുള്ളത് വഹിച്ചു കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കാല് പിടിച്ചാണ് മറിച്ചിട്ടാ പോരെ, നിങ്ങൾ മറക്കിയിരിക്കും, പിന്നെ നിസ്കരിക്കാൻ നേരം ഉണ്ടാവുമോ? ഉതുക്കുറ് കഥ ഇതാക്കണ തോന് ഓനീ കൈവക്കാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം കുട്ടിച്ചോറാവൂല സുഹൃത്തുക്കളെ. പിശാച്ചിന് കറുത്ത പട്ടിയും പൂച്ചയും മനുഷ്യനും ഒക്കെ ആകാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഞാനാണ് എന്നുള്ള നിങ്ങൾക്ക് എന്താ ഉറപ്പ്?
ഈ വന്ന് പ്രസംഗിക്കുന്ന സുല്ലമ്യ നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇന്റെ രൂപത്തിൽ പിശാചെന്ന് പ്രസംഗിച്ചു പോകുകയാണെങ്കിലോ ആർക്കാരും വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ രാത്രി ചെല്ലുമ്പോ ഭാര്യ ചോദിച്ചാ ഇത് നിങ്ങൾ തന്നെയാണോ, പിശാച്ച് വന്നതാണോ? ഭാര്യ കിടക്കുക ഉറപ്പുവരുത്തണം നിങ്ങള്. പിശാച്ച് അല്ലെങ്കിൽ വ്യഭിചരിച്ചതാവൂലേ? പിശാച്ചിനെ വ്യഭിചരിച്ചാന്ന് ഇവർ പറയോ? ഈ പെണ്ണ് നിങ്ങളെ ഭാര്യയാണോ, പിശാച്ച് വന്ന് കിടക്കണം ഉറപ്പുവരുത്തണ്ടേ? ഇനി ഇസ്ലാമിലെ നിയമമൊക്കെ നടപ്പാക്കും. 2 സാക്ഷിന്റെ കട്ടോന്റെ കൈ മുറിച്ച, 4 സാക്ഷിന്റെ വ്യഭിചരിച്ചനെ അടിക്കാം. പിശാച്ചിന് പറ്റുമെങ്കിൽ അതാ മിൻ ഹിയലി ഷയാത്തീനിൽ ഇൻസി എന്നാണ് റഷീദുല്ല. പിശാച്ചിന് പല രൂപത്തിൽ വരാൻ പറ്റും. അത് ആ വാദം മനുഷ്യ പിശാച്ചിന്റെ വാദമാണ്. ഏത് മനുഷ്യനും തോന്നിയാസം ചെയ്യാലോ. ഞാനൊരു 3 മണിക്കൊരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വരിക, ഞാൻ പോലീസ് പിടിച്ച് എനിക്ക് പറയാ എന്നെ ഞാനല്ല എന്റെ രൂപത്തിൽ പിശാച്ച് വന്നാർന്ന ഏത് തമ്മാടിക്കും തമ്മാടിത്തരം ചെയ്തുകൂടെ? ഇഞ്ഞ വഷളാക്കാൻ ഇവിടെ തെരുവിന്ന് സുല്ലമ്മിന്റെ രൂപം വന്ന് നിങ്ങളെ പിന്നീട് കടന്നു പിടിച്ചാലോ? നിങ്ങളൊക്കെ വിചാരിച്ചു അത് സുല്ലമ്മി തന്നെയാണ് നെരച്ചിക്കണ്. ആകെ മനുഷ്യ പിശാച്ചുകളുടെ തന്ത്രമാണെന്ന തോന്നിയാസം ചെയ്യാൻ വേണ്ടി പണ്ഡിതന്മാർക്ക് മൂല്യന്മാർക്ക് തോന്നിയാസം ചെയ്യാൻ വേണ്ടി മനുഷ്യ പിശാച്ചുകൾ കണ്ടുപിടിച്ച തന്ത്രമാണെന്ന. പിശാച്ചിന് ഏത് ആളുടെ രൂപം മാ റാസി പറഞ്ഞം തരണ്ടേ? ഹദീസ് ഗ്രന്ഥം മുഴുവൻ ചുട്ടുകരിച്ചേണ്ടി വരുന്ന മാ റാസി പറയാ. കാരണം ബുഖാരി കൈനബി എന്നൊരാളെ ഹദീസ് ഉണ്ടെന്ന് കേൾക്കുക. ബുഖാരി കൈനബിനെ അന്വേഷിച്ചില്ല, എന്നിട്ട് കൈനബി പറഞ്ഞു കൊടുക്കുക. അപ്പൊ കൈനബിന്റെ രൂപത്തിൽ പിശാച്ച് വന്നതാണെങ്കിലോ നിവേദകന്മാരെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇന്ന നിവേദകൻ എന്നോടത്തുണ്ടെന്ന് കേൾക്കാണ്. അപ്പൊ അയാൾ അന്വേഷിച്ചില്ല. അപ്പൊ ആ നിവേദകന്റെ രൂപത്തിൽ പിശാച്ച് വന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുത്താണെങ്കിലോ റാസി പറഞ്ഞ ഗ്രന്ഥങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നാ. നിങ്ങളെങ്ങനെ ഇസ്ലാമിലെ ഇളവുകൾ എന്ന് അറിഞ്ഞാണ്ട് എന്നെ വിമർശിക്കുക? അതിൽ എടുത്തിട്ട് എങ്ങനെ നിങ്ങൾ വിമർശിക്കും? ഞാനത് പിശാച്ച് വന്നതിന്റെ ഇതിൽ എഴുതി പോയതാണെങ്കിലോ ഗ്രന്ഥങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തങ്ങൾ പറയാ. ഹദീസ് ഗ്രന്ഥം മുഴുവൻ ചുട്ടുകരിച്ചേണ്ടി വരുന്ന. അപ്പൊ സ്നേഹിതന്മാരെ, നിങ്ങൾ ടെൻഷന് വിധേയാവലി, പേടിക്ക് വിധേയാവലി. നിങ്ങൾ പടച്ചോനെ അദൃശ്യ ഒഴിവിയായ നിനക്ക് പടച്ചോനെ മാത്രം പേടിച്ച് ഇങ്ങനെയൊക്കെ വിധേയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിരിമുറുക്കുണ്ടാവും, ടെൻഷൻ ഉണ്ടാലും. അതാ പയ്യാനൊക്കെ 2 കുട്ടികൾക്ക് പിശാച്ച് കൂടി എന്നറിഞ്ഞ് പൂക്കാണ് കാരണം അന്വേഷിക്കുമ്പോൾ എന്താണ്ട് ഈ കുട്ടികള് മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികളാ. മതവിദ്യാഭ്യാസമില്ല, ഭൗതിക വിദ്യാഭ്യാസമില്ല. കെട്ടിക്കണ പ്രായം എന്നേ കഴിഞ്ഞും പോയിക്കണ്. അതിൽ പിരിമുറുക്ക, ടെൻഷനാണ്. പിശാച്ച് കൂടിയതല്ല. ഞമ്മക്കെന്തിനാ പിരിമുറുക്ക്? ഈ ദുന്യാവനൊരു ജീവിതമല്ലല്ലോ, നമ്മളെ പഠിച്ച അങ്ങോട്ട് വേണ്ടിയിട്ടല്ലേ. അപ്പൊ പിരിമുറുക്ക്, ടെൻഷൻ കാരണം, കല്യാണം വരാത്തോണ്ടൊക്കെ ഉള്ള ടെൻഷൻ കാരണം, പിരിമുറുക്ക് കാരണം ശൈത്താൻ കുക്കുണ്ടായതാ. അപ്പം ആ അന്ധവിശ്വാസമൊക്കെ മോചിതമായാൽ നിങ്ങൾ സ്നേഹിതന്മാരെ ദുനിയാവ് നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട, പരലോകം നഷ്ടപ്പെടും. കാരണം അദൃശ്യമായിട്ട് പിശാച്ച് രോഗം ഉണ്ടാക്കുന്ന വെച്ചാൽ ശിർക്കാണെന്ന് നമ്മളെ എഴുതിയതല്ല. പിശാച്ചിന് രോഗം ഉണ്ടാക്കുന്ന വിശ്വസിച്ചു കഴിഞ്ഞാൽ അദൃശ്യമായ ഭയമാണ്, അത് ശിർക്കാണെന്ന് ഇവർ അംഗീകരിക്കുന്ന ഗൾഫിലെ പണ്ഡിതന്മാർ വരെ എഴുതിയതാ. അപ്പൊ അദൃശ്യമായ ഭയം നമുക്ക് വന്നു പോവുക. അപ്പൊ അത് പാടില്ല. പിന്നെ നമ്മൾ എന്തെന്ന് മോചിതാവണം? തൗഹീദിന്റെ പ്രധാന ആശയ വഖാലല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ ഫഇയ്യായ ഫർഹബൂൻ. പടച്ചോൻ പറയാ 2 ഇലാഹില്ല, ഒരു ആരാധ്യൻ മാത്രമാണ്. അപ്പൊ 2 ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ മാത്രമേ പേടിച്ചാൻ പാടുള്ളൂ എന്നാ. അല്ലാതെ മാത്രം പേടിച്ചാൽ മതിയോ? മുനാഫിക്കിനെ പേടിച്ചാൻ ഖുർആൻ പറഞ്ഞില്ലേ, ഫാഇദറുഹും ഖാത്തലഹും വഅന്ന യുഫക്കുന്ന് പറഞ്ഞില്ലേ. രോഗത്തെ പേടിച്ചാൻ നബി പറഞ്ഞില്ലേ. അതുകൊണ്ടല്ല പാഞ്ഞത്ത് കൂതി കുടിച്ചിരുന്നൊക്കെ പറഞ്ഞത്. കള്ളന്മാരെ പേടിച്ചണ്ടേ? ഇനി കിടക്കുന്ന സമയത്ത് ഒമീൻ ശരി ഓസിക്കിന് ഇതാ വക്കബ്, പഠിച്ചോനെ രാവാന്ന് ശെറിനത്തോട് തേടുന്നു. അതിന് പറഞ്ഞ കള്ളന്മാര്, പാമ്പ്. അപ്പൊ അള്ളാനെ മാത്രമേ പഠിച്ചാൻ പാടുള്ളൂ. ലാ ഇലാഹ ചൊല്ലിയിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അദൃശ്യവും അഭൗതികവുമായ നിലക്കുള്ള പേടി. കാര്യകാരണ ബന്ധത്തിൽ എല്ലാരും പേടിച്ച, പക്ഷേ അള്ള പറഞ്ഞ തൗഹീദ് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ എന്നെ മാത്രം പേടിച്ചെന്ന് പറഞ്ഞാൽ
ലിയഅലമ അല്ലാഹു മൻ യഖാഫു ബിൽ ഗൈബി മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. അദൃശ്യവും അഭൗതികവുമായ നിലക്കുള്ള പേടി പരമകാരുണ്യ അള്ളാനെ മാത്രം. ആ തൗഹീദിന് കുറവ് വന്നാൽ പിന്നെ രോഗിയായില്ലേ. അതുകൊണ്ട് അദൃശ്യവും അഭൗതികവുമായ നിലക്ക് അയാളൊക്കെ ഇസ്ലാം ശിർക്കാക്കി. നബിയാണ് ആ തീറത്തു ശിർക്കും ആ തീറത്തു ശിർക്കും ആ തീറത്തു ശിർക്കും. ശകുനം ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണെന്നാണ്. കാരണം കറുത്ത പൂച്ച ബലങ്ങട് പാഞ്ഞാല് എന്താ പഠിച്ചോനുണ്ടാകുക? അത് അദൃശ്യ പേടിയാ. നേരെ മറിച്ച് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ബെഡിക്കൊരു കറുത്ത പൂച്ച അങ്ങോട്ട് ചാടി, അപ്പൊ നിങ്ങൾ പേടിച്ച്. അത് ശിർക്കല്ല, അത് മാന്തോന്ന് പേടിച്ചതാ. കറുത്ത പൂച്ചയെ മാന്തോന്ന് പേടിച്ചാ വിരോധമല്ല. കാരണം കറുത്ത പൂച്ച ബലങ്ങ് പാഞ്ഞാലോ എന്താ ഉണ്ടാകുക? നബിയാണ് ഇതാ റഅയ്തുമുൽ ഹയ്യത്ത, നിങ്ങൾ സർപ്പത്തെ കണ്ടാ ഫഖ്തുലൂ, അതിനെ കൊല്ലി. പാമ്പിനെ കണ്ടാ വധിക്കണം എന്നറിഞ്ഞു. പക്ഷേ വമൻ ഖാഫ സഹ്റഹു ഫലൈസ മിന്ന, പാമ്പിന്റെ ശാപത്തെ പേടിച്ചാലോ മുസ്ലിം അല്ല എന്നറിഞ്ഞു. കാരണം പാമ്പിനെ കടി പേടിച്ച, വിഷം പേടിച്ച, അതുകൊണ്ടാണ് പാമ്പിനെ കണ്ടാ കൊല്ലാൻ പറഞ്ഞു. ഉടനെ നബി അറിഞ്ഞ്, പക്ഷെ എന്നാ പാമ്പിനോട് കൊന്നാല് പഠിച്ചോ ശാപം ഏൽക്കുവോ? അത് കാര്യമായിട്ട് മൂവാറ്റുപുഴ ഇടുക്കി വിശ്വാസ മുസ്ലിങ്ങൾക്ക്. പാമ്പിന്റെ ശാപം ഏൽക്കാതിരിക്കാൻ സർപ്പക്കാവക്ക് കോഴിമുട്ടിയും പാലും നേർച്ചയാക്കും മുസ്ലിങ്ങൾ. അമ്പലത്തിലെ ഈ സർപ്പക്കാവിലേക്ക് മുസ്ലിങ്ങൾ കോഴിമുട്ടിയും പാലും നേർച്ചയാക്കുക, പാമ്പിന്റെ ശാപം എത്താതിരിക്കാന്. അതെ, പാലക്കാട് ചെന്നാ കാണാ ഒരു പിച്ചളയിൽ ഒരു മൂർഖം പാമ്പിന്റെ രൂപമുണ്ടാക്കിയിട്ട് ഒരു കുന്തുതാക്കിയിട്ട് ഇങ്ങനെ വരും പിരിവിന്. നിങ്ങളത് കാണുമ്പോൾ പേടിച്ചുകാണ്ട് പൈസ ഇട്ട് നോക്കിയാൽ മുശ്രിക്കായി നിങ്ങള്. കാരണം നിങ്ങൾ പൈസ ഉണ്ടെന്താ പാമ്പിന്റെ ശാപം, പൈസ കൊടുത്തില്ലെങ്കിൽ പാമ്പിന്റെ ശാപം ഉണ്ടാവുമെന്നാ. അപ്പൊ ശാപത്തെ മൂർഖം പാമ്പിന്റെ ശാപം പക എന്നൊക്കെ പറഞ്ഞ അത് അദൃശ്യവും അഭൗതികമാ. അപ്പൊ ശാപത്തെ കേട്ടിട്ട് മുസ്ലിം അല്ല എന്നറിഞ്ഞു. അതുപോലെ തന്നെ കൈ നീട്ടോ. ഇന്ന് ഓട്ടോറിക്ഷക്ക് നല്ല ഓട്ടാ, ആരെയാ കൈ നീട്ടെന്ന് അറിയില്ല. കൈ നീട്ടത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് മുജാഹിദാന്ന് വിചാരിച്ചു, 1 നമ്പർ മുജാഹിദ കച്ചവടം നടത്തുമ്പോൾ രാവിലെ തന്നെ സൂചി നൂലും ചോദിച്ചു നോക്കി, സൂചി നൂലും എന്തായാലും ഇല്ലാന്നറിയും. പിന്നെ വൈകുന്നേരം വന്ന് ആ പിടി ചോദിച്ചു നോക്കി, എനിക്ക് അനുഭവം ഉള്ളതാ. ആ പിടി തന്നെ വൈകുന്നേരം വന്ന് ചോദിച്ചപ്പോ എടുത്തും തന്നു. അപ്പൊ എന്തേ രാവിലെ സൂചി നൂലും ചോദിച്ചപ്പോ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞത്? ഫസ്റ്റ് കച്ചവടം തന്നെ ഒരു 5 ഉറുപ്പ്യക്കോ 2 ഉറുപ്പ്യക്കോ ആയെന്ന് കൈ നീട്ടുണ്ടാവില്ല ആ ചിന്ത. അതാ കൈ നേട്ടം. കൊതി കൂടല്. എനിക്ക് കൊതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ കൂടുക? എന്നിട്ട് 10 ലിറ്റർ ചവിട്ട ഭക്ഷണം എടുത്തിട്ട് കൊതി കൂടാതിരിക്കാനേ. കൊതി എങ്ങനെ കൂടും? നിർവചിക്കാൻ സാധ്യല്ല. കണ്ണേർ എങ്ങനെ വലിച്ചും? പലിച്ചിന കണ്ണേറുണ്ട്. ഒരു പെണ്ണിന്റെ നോട്ടത്തിൽ നിങ്ങൾ കുടുങ്ങിയെന്ന് വരും. നിങ്ങളുടെ നോട്ടത്തിൽ പെണ്ണും കുടുങ്ങിയെന്ന് വരും. ആ കണ്ണേറുണ്ട്. തൊടുത്ത് വിട്ടിട്ട് മുമ്പേ പറക്കും ആണിന്റെ മുമ്പ് കാണില്ലേ? അല്ലാതെ ഇങ്ങനെ നോക്കിയിട്ട് കുമ്പങ്ങ വീഴ്ചേ വീടിൽ ഇതാക്കുക. എന്നാ കേരളത്തിൽ കണ്ണേർ വലിച്ചിട്ട് ഒരാളെ പറഞ്ഞെന്താണ്, എനിക്ക് അയാളൊന്ന് വാടക എടുക്കണോ, ഈ ശിർക്കൊക്കെ വർഷിക്കണ മൗലൈമാരെയൊക്കെ ഒന്ന് കണ്ണേർ വലിപ്പിച്ച. എന്നാ കോടതി വെറുതെ വിടൂലേ? സുല്ലമ്മി കണ്ണേർ വലിച്ചതാണ്, ഹൈക്കോടതി ഇതാക്കുക, പോടാ കണ്ണേർ വലിച്ചേ വിടൂലേ? എന്തിനാ ചാവർ പട? ഇനി പാകിസ്ഥാന്റെ അതിർത്തിയിലൊക്കെ കണ്ണേർ വലിച്ചോലെ കൊണ്ടുപോയി ശമ്പളം കൊടുത്ത് നിർത്തുക. വിമാനം എങ്ങനെ വരുമ്പോ കണ്ണേറൊക്കെ വീണല്ലോ. കാരണം വലിയ ബിൽഡിംഗ് തകർക്കാൻ പറ്റുന്ന കണ്ണിന് വിമാനം തകർക്കാൻ പറ്റൂലേ? വലിയ ബിൽഡിംഗ് മേലെ എഴുതിയേക്ക കരിങ്കണ്ണ നോക്ക്, അല്ലെ വലിയൊരു ലിംഗമുള്ളൊരു ഇത് വെക്കും, പ്രതിമ തോക്കും ചൂണ്ടി വലിയ ലിംഗം. അത് എന്തിനായാലും ലിംഗം കാണുമ്പോൾ അവളെ നോട്ടം ആദ്യം ലിംഗം വെത്തുമ്പോക്കാവുമല്ലോ. അപ്പം ബിൽഡിംഗ് കഴിച്ചിലാവുന്ന. എന്നാ പിന്നെ ലിംഗം പൊട്ടി വീഴണ്ടേ? വലിയ ലിംഗം ഉണ്ടാക്കിയിട്ട് പ്രതിമക്കണെന്തിനാ? നോട്ടം ലിംഗത്തുമൊക്കെ എത്തുന്ന ആദ്യം ലിംഗം കാണുമ്പോ. അങ്ങനെ ബിൽഡിംഗ് കഴിച്ചിലാവുന്ന. എന്നാ ഞാൻ ചോദിക്കണ, ലിംഗം അടർന്ന് വീഴണ്ടേ അയിമക്ക് വലിച്ചെങ്കിൽ? മോഡിക്ക് വരെ എന്റെ ശാസ്ത്രം എത്ര പുരോഗമിച്ച് ആർക്കെങ്കിലും കണ്ണേർ കണ്ടിക്കണോ? ഇന്നോ എന്റെ കണ്ണിന് കണ്ണേറുണ്ട് എന്ന്. അതൊക്കെ അദൃശ്യ ഭയ. എങ്ങനെ കണ്ണേർ വലിച്ചും നിർവചിക്കാൻ സാധ്യല്ല. എങ്ങനെ കൊതി കൂടും?
അല്ലെങ്കിൽ നിങ്ങൾ വീട് പടച്ചോന്റെ പരീക്ഷണം ഉണ്ടാവും. നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തൊരു വീട് നിർമ്മിച്ചു, കുടിയിരിക്കും, ഒരു കുട്ടിക്ക് രോഗം, അത് മാറിയ മറ്റൊരു കുട്ടിക്ക് രോഗം. അപ്പൊ എങ്ങനെ പറയും ഇവിടെ പിശാച് ബാധ ഉണ്ടട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സ് സ്വസ്ഥത ഉണ്ടോ സ്നേഹിതന്മാരെ? അത് അള്ളാന്റെ പരീക്ഷണങ്ങളാവും ചിലപ്പോ. നിങ്ങളെ വിശ്വാസം എത്ര ഉണ്ട്, തൗഹീദ് എത്ര ഉണ്ട് എന്നറിയാൻ. നിങ്ങൾ മുവഹിദാന്ന് എറിഞ്ഞെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വീടുണ്ടാക്കുമ്പോ ആ കൊരമ്പെ ആസ്പത്രി വരെ സുഹൃത്തുക്കൾ ആസ്പത്രിയല്ല, അത് താമസിക്കാൻ ഉണ്ടാക്കിയ വീടായിരുന്നു. ഒരു തങ്ങൾ പാപ്പ പറഞ്ഞങ്ങൾ താമസിക്കണ്ടെന്ന് അറിഞ്ഞ് അതിൽ ആസ്പത്രിയാക്കി. എത്ര വലിയ ഭൗതികം പഠിച്ചിട്ടും ഫലല്ല. ഈ ഖുറാഫാത്ത് ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ ഉണ്ടല്ലോ, അത് ഖുർആൻ കണ്ട ചെല്ലണം, അത് ശരിക്കട് പഠിക്കണം. അള്ളാഹ് അനുഗ്രഹിച്ചെന്ന ബുദ്ധി ഉണ്ടല്ലോ അത് പ്രയോഗിക്കുകയും ചെയ്യണം. അതിന് പറയും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. ബുദ്ധി ഉപയോഗിച്ചില്ല നിങ്ങൾ ഈ പള്ളിയിൽ ഇരിക്കാണ്ടാകുമോ? നിങ്ങൾ മുജാഹിദാകുമോ? പ്രമാണത്തെ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് സമീപിച്ച് അതുകൊണ്ട് തീർത്തുനിന്നും വിധത്തും രക്ഷപ്പെട്ട്. ഇനി നരകവാസികൾ പറയുന്നെന്താ? ലോ കുന്നാ നസ്മാവോ നഅ്തിലു മാ കുന്നാഫി അസ്ഹാബി സൈ. പഠിച്ചനെ അക്കില് ഞങ്ങൾ ഉപയോഗിച്ചില്ല, അതുകൊണ്ടാ തീ ചാടിയത്. ബുദ്ധി ഉപയോഗിക്കാത്തവർക്ക് ആ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും എല്ലാം മേച്ചതയും എല്ലാ അന്ധവിശ്വാസം അടിഞ്ഞുകൂടാനുള്ള പറയാം. ആർക്കാണ്? ബുദ്ധി ഉപയോഗിക്കാത്തവന്. ഖുർആനാ പറയുന്നതേ. അവ ഈ തെളിവിന്റെ മുമ്പിൽ പതറി വീടുമ്പോ പറയും അത് അക്കൽ ഉപയോഗിക്കുകയാണ്, ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അവ ശകുനത്തിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ പലതരം രോഗത്തിന് നമ്മൾ അടിമപ്പെടുക. അനാവശ്യ ശിർക്ക് നമ്മുടെ പരലോകം നഷ്ടപ്പെട്ട് ദുനിയാവും നഷ്ടപ്പെട്ട്. അതുകൊണ്ട് അതൊക്കെ നബി ശിർക്കാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച്. ഇനി സ്നേഹിതന്മാരെ, രോഗത്തിന് ചില കാരണങ്ങളെല്ലാം ഒന്നുകൂടി പരിശോധിക്കാം. ഒന്നാമത്തെ ശാപം. ശാപേൽക്കൂല. നേരെ മറിച്ച് മർദ്ദിതന്റെ പ്രാർത്ഥന ഉണ്ട്. ഏത് വ്യക്തി ശപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും വരൂല, നശിക്കട്ടെ എന്നറിഞ്ഞ് ഇതാക്കണ്ട. നേരെ മറിച്ച് പടച്ചോനെ ഈ മാപ്പിളക്കുട്ടി ആചാരൻ എന്നെ ഉപദ്രവിക്കാണ്, എന്നെ രക്ഷിക്കണമെന്ന് ഒരു സാധാരണ ഹരിജനം ഗിരിജനം കാഫിർ പറഞ്ഞാലും ആചാര്യ പേടിച്ചണം. ഇത്തക്കൂ ദഅവത്തൽ മദ്ലൂം എന്ന് പറഞ്ഞ് ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബും പറഞ്ഞ വലോ കാഫിർ. നിങ്ങൾ മർദ്ദിതന്മാരെ പ്രാർത്ഥന സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിന്റെയും ആ പ്രാർത്ഥനയുടെ ഇടയിൽ മറല്ല. അത് അമുസ്ലിം ആണെങ്കിൽ വരെ എന്നാണ്. ഒരു അമുസ്ലിമെ ആചാര്യക്കാക്ക വല്ലാതെ ഉപദ്രവിക്കാണേ, അതിലാ ഓനങ്ങോട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇയാൾക്ക് ഇത് കൊടുക്കണട്ടോ എന്ന് പറയാ. മുയത്തി ഷെയ്ഖിനെ ഞാൻ കുറ്റം പറഞ്ഞാൽ മുയത്തി ഷെയ്ഖിന്റെ ചാപ്പത്തതാക്കണ്ട, പേടിച്ചണ്ട. പക്ഷേ നല്ലൊരു മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് പടച്ചോന്റെ അടുത്തുനിന്ന് എനിക്ക് ശിക്ഷ ഇറങ്ങോ, അത് പേടിച്ചോളി. ആ ശാപം എന്നാണ് ഇസ്ലാം. ഹിന്ദു പുരാണത്തിലൊക്കെ മഹർഷികൾ ശപിക്കലല്ലേ, അല്ലെങ്കിൽ താവലല്ലേ, അത് ഇസ്ലാമില്ല. ഉമ്മ ശപിച്ചു നിങ്ങളെ മകനെ, ഉമ്മ പറഞ്ഞ് ഈ ചത്തു പോട്ടടാ, ഉമ്മ പറഞ്ഞ് പേടിച്ചണ്ട. പക്ഷെ ഉമ്മ പറയാ പടച്ചോനെ എന്റെ കുട്ടി എന്നെ ഇങ്ങനെ കടുപ്പം കാട്ടുന്നത്, ഇജു എന്നെ പിടികൂടട്ടോ എന്നാണ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനെ പേടിച്ചോളി. അപ്പൊ ശാപം നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ അത് കാരണത്തെ നിങ്ങൾ രോഗത്തിനെന്താ അടിമപ്പെടണ്ട. ഇനി സിഹിർ രോഗം ഉണ്ടായാല് എന്നാ സിഹിർ ചെയ്തതാ, ബേലിക്കുന്ന ഊതിപ്പാർപ്പിച്ചതാ. സിഹിർ അദൃശ്യമായ. നിങ്ങൾ വാതിൽ തുറന്നപ്പോ ഒരു തോക്ക് കണ്ട്, ഒരു കുന്തം കണ്ട്, അല്ലെ ബോംബ് കണ്ട് പേടിച്ച് നിങ്ങൾ മുവഹിദ് തന്നെയാ ശിർക്ക്. പൊരിച്ചിങ്ങാണ്ട് തിന്ന് ഓംപ്ലിപ്പേറ്റാക്കി തിന്ന് ഈ 3 കോഴിമുട്ട. എന്നിട്ട് ചെന്ന് പറയാം നാളെ കോഴിമുട്ട കുറച്ച് വിലയാണ്, ഇത് നാളെ 4 കോഴിമുട്ട മേലെ സ്വീകരി ചെയ്യേണ്ടിയാണ്. നോക്കി നിങ്ങളെ കര കളഞ്ഞ മുജാഹിദ് തൗഹീദ്
നേരെ മാറ്റി ഇന്നത്തെ സെൽഫി ആണെങ്കിലോ ഒരു പിരാന്തായില്ലേ, ഓന് കൂടിയില്ലേ. അതിന് ഏറ്റവും വലിയ തെളിവാണ് പത്തപ്പിരിയത്ത്, എന്റെ നാടിന്റെ പത്തപ്പിരിയത്ത് ഒരു പെൺകുട്ടിനെ കെട്ടിച്ചത് സുന്നി കുടുംബത്തിക്ക. അമ്മായിമ്മക്ക് ഈ കുട്ടിനെ പിടിച്ചിട്ടില്ല, മരോളെ. ഇടക്ക് പറയും അന്നങ്ങൾ സീറിയത് കൊല്ലുന്നറി, അമ്മായിമ്മ മോശക്കാക്കി. മോള് പറയും ഇമ്മ അങ്ങളതോ ചെയ്താളിന്നറി. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടോ, പേരോട് പ്രസംഗിച്ച പ്രസംഗമാണ് ഞാൻ തട്ടും, പേരോടല്ല എന്നിട്ട് പേരോടിനെ എതിർക്കുന്ന സെൽഫിങ്ങളെ പ്രസംഗം കേട്ടി കുട്ടി. അപ്പൊ ഈ കുട്ടിക്ക് വിശ്വാസമായി സീറ് പഠിച്ചു. പേരോടിന്റെ പ്രസംഗമാണ് ഈ തട്ടൂലേ. പേരോടിനെതിരെ വാദപ്രിയം നടത്തണോന്റെ പ്രസംഗമാണ് കേൾക്കുന്നത് ഈ കുട്ടി. എന്നിട്ട് അമ്മായിമ്മ പറഞ്ഞ് സീറ് ചെയ്ത് കൊല്ലും. കുട്ടിക്ക് മാനസിക രോഗിയായി പേടിച്ചിട്ടേ. എന്നിട്ട് മഞ്ചേരി മാനു മെമ്മോറിയൽ ഓഫീസിൽ അഡ്മിറ്റ് ചെയ്ത്, മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലില്. ഈ സീഡിയൊക്കെ കേട്ട് പ്രസംഗം കേട്ടപ്പോ കുട്ടിക്കതിന് വിശ്വാസം ഉണ്ടായി സീറിലേ. പിന്നെ അമ്മായിമ്മ സീറ് ചെയ്യുന്ന പറഞ്ഞപ്പോ കുട്ടിക്ക് പതറി, മാനസിക രോഗത്തിന് അടിമപ്പെട്ട്. സുഹൃത്തുക്കളെ, നിങ്ങളെ ജീവിതങ്ങൾ നശിപ്പിക്കലേ. നിങ്ങൾ ഈ സീറിലൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രോഗിയാകല്ലേ, മാനസിക രോഗിയാകല്ലേ. മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരൂല നിങ്ങള്. അപ്പൊ അതുകൊണ്ട് തൗഹീദിന്റെ കള കറഞ്ഞ തത്വമാണ്. അദൃശ്യവും അഭൗതികവുമായ നിലക്ക് അള്ളാഹിന്റെ അടുത്ത് നന്മയും തിരുമ്പി വരുള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റൂല. ഇനി സീറ് വലിച്ചെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുക്കാണ്ടാവോ? ഇനി 8 സ്ഥലത്തുനിന്ന് സുന്നികൾ കൊല്ലാൻ പറഞ്ഞിക്കള്. പ്രവർത്തകന്മാർ രക്ഷപ്പെടുത്തിയതാ. സീറ് ചെയ്ത പ്രവർത്തകന്മാർക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? കൂട്ടരെ കുട്ടിജാത്തനെ പിടിച്ചേക്കാൻ പറ്റുമോ? സീറ് ചെയ്താ പോരെ? പ്രവർത്തകന്മാർ ഇതാക്കി ഓരോ സഹായം കൂടി അള്ളാഹിന്റെ അനുഗ്രഹവും. സീറ് ചെയ്ത് അങ്ങനെയല്ലല്ലോ, അത് അഭൗതിക മാർഗത്തിൽ വരികയല്ല, നമുക്ക് തടുക്കാൻ പറ്റുമോ? ഇനി പോട്ടെ, എന്തിനാ ഇഞ്ചപ്പാനെ അറക്കാൻ കൊണ്ടേത് അൽബിയോലിനെ? ഇവിടെ സാധാരണക്കാരൻ സീറയിൽ നിങ്ങൾ കേട്ടിക്കണല്ലോ പിരാന്തുണ്ടാക്കണതും. എന്റെ അൽബിമോയിലേക്കും ആ 3 പണ്ഡിതന്മാർക്കും സീറ ചെയ്താ പോരേനിയോ? ഇനി പോട്ടെ, ജൂതന്മാരാണ് ഏറ്റവും വലിയ സീറിന്റെ ആള് എന്നാ. സദ്ദാം ഹുസൈന്റെ മിസൈൽ പോലെ ആസ്പത്രിയിൽ ചെന്ന് വീഴുക. ഒരു പനി ഉണ്ടാക്കാൻ സാധിച്ചോ? അമേരിക്ക ചതിയിലൂടെ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ കേന്ദ്രം കണ്ടുപിടിച്ചെന്നല്ലാതെ. ഇനി പോകട്ടെ, ഈ സീറയിലെ ആളുകൾ ഈ രണ്ടുക്കാരന് പകല്ലാത്ത മനുഷ്യന്മാരെ സീറ ചെയ്ത് കൊല്ലാൻ നിൽക്കണോ? ആ പലസ്തീനിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു പലസ്തീനെ കാണും വേണ്ടി വെടിവെക്കുക. എന്നാ കൂട്ടരങ്ങൾക്ക് അവരെ സീറ ചെയ്തൂടെ? ഇവിടെ എങ്ങനെ നടക്കണ തൊള്ളിക്ക് നോക്കി നടക്കണ സുന്നീനെ ഇതാക്കണോ? എന്തായി പലസ്തീൻ ഈ ഇസ്രായേൽ പ്രസിഡന്റും ഇതാക്കുക എഴുതിയത്? അപ്പം പറയാം ആ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അതാ കടന്ന് പുഷ്ടോ. ഇതിനൊക്കെ ആകെയുള്ള മറുപടി എന്താ? ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. ഓത് കഴിഞ്ഞ് സെൽഫി ആണെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, വെറും മൃഗായി ജീവിച്ചണം ബുദ്ധി ഉപയോഗിക്കാതെ. അപ്പൊ ആ പുഷ്ടോ വെക്കല. ഇനി ഏറ്റവും വലിയ ആയുധം ആരെ കയ്യില? അമേരിക്കൻ റഷ്യന്റെ ഒന്നും കയ്യിലല്ല, ഈ മൊല്ലന്മാരെ കയ്യിലാ. ഈ രാസായുധം ഉണ്ടെങ്കിൽ വിമാനത്തിൽ റഡാർഡ് കാണാതൊക്കെ പറന്നുകൊണ്ടേ. ഇത് മേശം വരുന്ന മുതലൊരു കുടുകുടുന്നല്ലേ അവിടെ കിടക്കണോതാക്കാൻ പറ്റുമെങ്കിൽ. ഞാൻ കൂടുതൽ അസ്മാനി തെൽസമാത്തിന്റെ ഒക്കെ ഗ്രന്ഥം വായിച്ചിക്കണ്. അതിന്റെ ട്രിക്ക് എനിക്കറിയാം, അതുകൊണ്ടത്ര ഗൗരവത്തിൽ പറയുന്നത്. ആ പുസ്തകത്തിന്റെ വലിയ പുസ്തകം ചട്ടമ്മ തന്നെ എഴുതി വെച്ചിക്കണ്, രാജാക്കന്മാർക്ക് സീറ് വലിച്ചൂല. അപ്പൊ ഈ ഗ്രന്ഥം രചിച്ചപ്പോ ചോദ്യം പെട്ട്, സീറ് വലിച്ചെങ്കിൽ രാജാക്കന്മാർ യുദ്ധം ചെയ്യണത്? എത്ര മനുഷ്യന്മാരാ മരിക്കപ്പെടുന്നത്? സീറ ഇത് രാജാവിനെ കൊന്നാ പോരെ? അതിൽ സീറിന്റെ ചട്ടമ്മ തന്നെ ഉണ്ട് പുസ്തകത്തിന്റെ. മുലൂക്കിന് രാജാക്കന്മാർക്ക് ഇത് വലിച്ചൂല. അലബി മൗലി, സെയ്ദ് മൗലി, കൂട്ടായ അബ്ദുല്ലാജി ഉണ്ടാക്കിയ മുജാഹിദിനും വലിച്ചൂല. ഈ സെൽഫിയിൽ ഉണ്ടാക്കിയ മുജാഹിദ് വലിച്ചു. സുന്നികൾ വരെ പറയലില്ലേ മുജാഹിദിന് സീർ വലിച്ചൂലാന്ന്? വിശ്വാസേ നമ്മുടെ വിശ്വാസം. എനിക്ക് അദൃശ്യവും അഭൗതികമായ നിലക്ക് പഠിച്ചോ മാത്രമേ നന്മ ചെയ്യുള്ളൂ. വലിയ രോഗം നമുക്ക് ഉണ്ടാവുമോ? സർവ്വ പേടിയും ഭയഭക്തിയും നമ്മൾ ഇതായില്ലേ, പിന്നെ രോഗത്തിന് നമ്മൾ അടിമപ്പെടുന്ന എങ്ങനെയാ? അപ്പൊ അത് തട്ടിപ്പാ. ഹൈഡ്രജനും ഓക്സിജനും ഇത്ര മൂളിക്കോട് കൂടിയാല് വെള്ളം ഉണ്ടാക്കാം. അങ്ങനെ തത്വമുണ്ടോ? ഇന്നത് ചെയ്യാ രക്തം ഛർദിക്കാം.
ഇന്നത് ചെയ്താ മാനസിക രോഗം ഉണ്ടാക്കാം, ഇന്നത് ചെയ്താ രക്തം തൂറിക്കാം. ഇങ്ങനെ തത്വണ്ട കൂട്ടരെ. ഒരു കഥയല്ല. അസ്മാന്റെ കിതാബിൽ എന്തിനാ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ചിലത് ചെയ്യുക? ഈ കോയിമുട്ടമേല എഴുതുന്നതും മുസ്ലിയാരെ മൊട്ടത്തലമേല എഴുതുന്നതും തുല്യ. കോയിമുട്ടക്കാരുടെ പ്രാധാന്യമല്ല അയിമെഴുതണീന്. പിന്നെ പാലന്റെ കുറ്റത്തിന് എടുക്കുന്നത് ഇവിടെ പാല യക്ഷിമാരെന്നുള്ള വിശ്വാസ അയിമെന്ന് എടുക്കുന്നത്. പിന്നെ അസ്മാന്റെ കിതാബ് വലിയ തവളനെ പിടിച്ചണമെന്നാ. എന്നിട്ട് 4 തൊട്ട് വായിലിടുക, ഒരു കാരമുള്ളോണ്ട് കുത്തും ചെയ്യുക സാധു ജീവിരെ, എന്നിട്ട് കൊണ്ടിടുക. അപ്പൊ നിങ്ങൾ വാതിലൊക്കും ഒരു പോക്കാൻ തവള, വലിയൊരു തവള. ഈ കുപ്പിക്കണ്ടങ്ങൾ പേടിച്ചല്ലേ? പക്ഷെ നിങ്ങളെ യഥാർത്ഥ മുവഹിദാണെങ്കിൽ പേടിച്ചൂല. ബോംബ് കണ്ടങ്ങൾ പേടിച്ചോളി, തോക്ക് കണ്ടാ പേടിച്ചോളി, കുന്തം കണ്ടാ പേടിച്ചോളി. അപ്പൊ സിഹിറിലൂടെ രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല. പിശാചിന് അങ്ങനത്തെ ഒരു കഴിവില്ല. പടച്ചോൻ പറഞ്ഞ ഞാൻ 4 കാരണം പറഞ്ഞില്ലേ? നേരെ മാറ്റി പിശാചിന് മുഹമ്മദ് നബിക്ക് ലബീദ് എന്ന സാഹിറിന് മുഹമ്മദ് നബിക്ക് 6 മാസം നട്ടം തിരിച്ചാൻ സാധിച്ചെങ്കിൽ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാന്നുള്ള പറയോ? അതുകൊണ്ടാണ് ഹദീസ് ഖുർആന്റെ 2 ആയത്തിനെതിരാണ് ആരാ പറഞ്ഞത്? ഹിജ്റ 305 ജീവിച്ച് 307 മരിച്ച അബൂബക്കറുൽ ജസ്സാസ്. അദ്ദേഹം മുത്തസിലല്ല, ഹനഫി മദ്ഹബിലെ പ്രധാന ഇമാമ. അബൂബക്കറുൽ അസമ്മ മുത്തസിലി. ഇവര് ആർമാട്ടം നടത്തുകയാണ്. അപ്പൊ ഹിജ്റ 305 ജീവിച്ച പണ്ഡിതനെ അഹ്കാമുൽ ഖുർആനില് മുഹമ്മദ് നബിക്ക് സീറ് വലിച്ചെന്ന റിപ്പോർട്ട് 2 ആയത്തിനെതിരാണ്. ഒന്ന് വക്കാല വാലിമൂനയും തത്തബിയൂന ഇല്ല റജുലം മസ്ര, അക്രമികളെ നബിക്ക് സീറ് വലിച്ചത് പറയാം. 2ാമത്തെ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. അപ്പൊ ഇതിന് കഴിച്ചാൽ എന്താ പറയണ? അല്ല മുത്തസിലിയ. മുത്തസിലി ഏതാ കൂട്ടരെ? അഹ്കാമുൽ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ അബൂബക്കർ ജസ്സാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇമാം ദഹബി സിയറു നുബലാന്ന് എഴുതി ജസ്സാസ് 1-ാം നമ്പർ ആബിദും മുത്തഖിയും ഹനഫി മദ്ഹബിലെ ഉന്നത പണ്ഡിതനുമാണ്. അസമ്മ എന്താണ്? മീൻ ഇമാമുൽ മുഅ്തസിലാന്ന് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞ അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാന്ന് അർത്ഥം. പിന്നെ സ്നേഹിതന്മാര് ചികിത്സിക്കാൻ ഇസ്ലാം മതം കൽപ്പിച്ച് തദാവു യബ്ന ആദം, ആദമിന്റെ മക്കളെ നിങ്ങൾ ചികിത്സിക്കുന്നതാണ്. അത് നിർബന്ധ. എല്ലാ രോഗത്തിനും മരുന്നുണ്ടെന്നാണ്. വൈദാ ഉസിബി, മരുന്ന് രോഗവുമായി ബന്ധപ്പെട്ടാല് വലിയ ഭീതിനില്ല, അള്ളാന്റെ അനുവാദം വേണമെന്നാണ്. ഈ കുല്ലിതായി എല്ലാ രോഗത്തിനും അതിൻ്റെതായ മരുന്നുണ്ട്. മുഹമ്മദ് നബി രോഗിനെ തല്ലാനല്ല പറഞ്ഞ കൂടെ തച്ചാ പിശാച്ചിറങ്ങൂല. ഒരു പെണ്ണിനെ തല്ലുമ്പം പുളിക്കൽ വരെ തല്ലുകയാണ്. ഇസ്ലാം ഈറ്റിലുള്ള പുളിക്കല്. ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥി ഞങ്ങൾ തല്ലുമ്പം ആ തല്ല് എഞ്ചിനീയർ വിദ്യാർത്ഥിക്കാ കൊള്ളുക, പിശാച്ചിനല്ല. എന്നാ പിശാച്ചിനാണെങ്കിൽ മലക്കിനും കൊള്ളേണ്ട കൂട്ടരെ. റക്കീബാക്കിയത് മലക്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ അതിന് കൊള്ളുവോ? ഒരു അയമാക്കാക്ക് തച്ചാ മുഹമ്മദ് പി ഒരു പെണ്ണിന് തല്ലുണ്ടാല് ആ പെണ്ണിനാണ് തല്ലുള്ളത്, പിശാച്ചിനല്ല. പിശാച്ചിന് കൊള്ളെങ്കിൽ റക്കീബാക്കിയത് മലക്കിനും കൊള്ളേണ്ടതല്ല്. ഇവര് കാണിച്ചു തരണം. മുഹമ്മദ് നബി പറഞ്ഞ് ഒരാൾക്ക് പിശാച്ച് കൂടി തല്ലുമ്പോ ചേക്കുട്ടി പാപ്പാക്ക് പിശാച്ചിനെ കൊള്ളുള്ളൂ, റക്കീബാക്കിയതിന് കൊള്ളൂലട്ടോ, മലക്കിന് തന്നെ കൊള്ളൂല. ഹദീസുണ്ടോ? അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾ ശരിക്കും മതം പഠിക്കാത്തോണ്ടാണ്. അതുകൊണ്ടാണ് സ്നേഹിതന്മാരെ അന്ധവിശ്വാസമൊക്കെ കടന്നു കൂടുന്നത്. മതം ശരിക്കും ഉൾക്കൊള്ളാണ്ട. അതിന് മതം പഠിച്ചണില്ലല്ലോ. നബി പറഞ്ഞോടത്തേക്ക് എത്താ അവസാനം ഇൽമ ഉയർത്തപ്പെടുന്നറിഞ്ഞ് മതത്തെ അറിയില്ല. ഇന്ന് അറബി കോളേജ് കുട്ടീനെ കിട്ടണില്ല. കിട്ടുകയാണെങ്കിൽ ദരിദ്രന്മാരെ കുട്ടികളാ. ഇന്റെ വാപ്പ എനിക്കൊരു വീട് മാത്രം ഉണ്ടാക്കിയ ചെറിയൊരു കൂര. അപ്പൊ എനിക്ക് നിങ്ങൾ തന്നെ ടീയെ വാങ്ങാതെ മിമ്പറമ്മക്കേരി കുത്തുപോകാൻ പറ്റുമോ? നിങ്ങൾ ടീയെ വാങ്ങിയാലോ ചിലപ്പം കേറിന് മുമ്പ് എന്നെ കീശിലിട്ട് തരും. ഞാൻ എനിക്ക് തോന്നിയ പറഞ്ഞോ പറഞ്ഞു. കുത്തുബ കഴിഞ്ഞു പോകുമ്പോ കീശിലിട്ട് തരും. എന്നാ അനക്കുള്ള പിടിച്ച് ഞങ്ങൾ കണ്ടമാര് ചെയ്തോണ്ട്. പക്ഷെ നിങ്ങൾ മുതലാളിമാരെ മക്കൾ കേറി പ്രസംഗിക്ക് വില ഉണ്ടാവില്ല. അതിന്
ടീയും ഒന്നും വാങ്ങാതെ. പക്ഷെ അതിന് മുതലാളിമാരെ കുട്ടികൾ മതം പഠിച്ചണ്ടേ? പക്ഷെ കുട്ടികളെ കിട്ടണില്ല. അതുകൊണ്ട് സയ്യിദന്മാരെ അറബി കോളേജ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാ. ആർട്സ് കോളേജ് നടത്താൻ ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അള്ളാന്റെ അനുഗ്രഹത്താല് 10-15 നല്ല ബുദ്ധിയുള്ള കുട്ടികളെ ഖുർആൻ പഠിച്ചാലും 10-50 അധികം കുട്ടികളെ ഖുർആനും സുന്നത്ത് പഠിച്ചാലും ഞാൻ സേവനം ചെയ്യാൻ അൽഹുദ കോളേജിന് കിട്ടിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇമാമികളെ ഉണ്ടാക്കല പ്രധാന ഉദ്ദേശവും ആ കോളേജിന്റെ ഉദ്ദേശം. അപ്പൊ അതിന്റെ ഒരു കലക്ഷൻ ഉണ്ട്. നിങ്ങൾ സാധിക്കുന്ന പിരിവ് ഞാൻ 10 പൈസ കമ്മീഷൻ എടുക്കൂല, പള്ളിന്നാ പറയുന്നത്. എന്റെ വിചാരം തെറ്റുമാണ്. കാരണം നിങ്ങൾ 1000 രൂപ ശാപ്പെടുത്തി തരില്ലേ, എനിക്കെങ്ങനെ ഉണ്ട് അതിന്റെ ശതമാനം പറ്റാനുള്ള അവകാശം എന്താ ഉള്ളത്? ചിലപ്പോൾ നിങ്ങൾ 1,00,000 രൂപ തന്നു തരും, അതിന്റെ 50% ഇവനെടുക്കാൻ എന്താ അവകാശം? ഇത് 50 ലക്ഷം തന്നതിന് വലിയ അധ്വാനം ഉണ്ട് എനിക്ക്. നിങ്ങൾ അധ്വാനിച്ചതല്ലേ? ബസ് ചാർജൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങാനല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ 10 രൂപ എന്നാൽ 10 രൂപയും ഈ കുട്ടികളെ പഠനത്തിനും ഭക്ഷണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നു കൂടി ഉണർത്താണ്. അപ്പൊ അത് കമ്മീഷൻ പിരിവാന്ന് വെച്ചെങ്ങാണ്ടാരും പേടിച്ചും വേണ്ടെന്ന് അർത്ഥം. അപ്പൊ ചികിത്സിക്കുക അത് ചെയ്യേണ്ടതാ. ആ ചികിത്സാ രീതിയിൽ ഏലസ്, ഐക്കല്ല്, ഇപ്പൊ റുഖിയ ശറിയ ഇറങ്ങിക്കണമല്ലോ. റുഖിയ ശറിയ നിങ്ങൾക്കറിയോ? എന്റെ ഉപ്പ ജാമ്യ നദവിന്ന് സുഹൃത്തുക്കളെ പട്ടിണി കടന്നിട്ടാണ് 3 കൊല്ലം എടത്തനാട്ട പോയി ഞങ്ങൾ താമസിച്ചത്. ഞാൻ പട്ടിണി കിടന്ന അവസരം എനിക്കുണ്ട്. അലബി മൗല നിങ്ങൾക്ക് അറിയില്ലേ? ഈ കെ അസം മുസ്ലിയാർ വരെ പറയും, സുന്നി പണ്ഡിതന്മാര് മുഴുവൻ പറയാം, അൽബിക്ക് കിതാബ് അറിയുന്നത്. എന്റെ ഉപ്പയൊക്കെ ചമ്രം പടിഞ്ഞ് ഇരുന്നുങ്ങാണ്ട് റുഖിയ ശറിയ ചെയ്തിക്കണേ സുഹൃത്തുക്കളെ. ഞങ്ങൾക്ക് ബംഗ്ലാവാക്കി കൂടെ? ഞങ്ങൾ പട്ടിണി എടുക്കണോ? ഉസ്മാൻ ഡോക്ടറെ അടുത്തേക്ക് ഇന്നുച്ച കരച്ചിലേത് ഓർക്കുമ്പോ വലിയൊരു നമ്മുടെ ഒരു പണ്ഡിതൻ ചെന്ന് പറഞ്ഞു, മരിച്ചൊരു പണ്ഡിതൻ രോഗമായിട്ട്. ആ പരിശോധിച്ച് നോക്കുമ്പോ എന്താ കാരണം വരുണ്ടോ? ഒരു നേരം കഞ്ഞിന്റെ വെള്ളം കിട്ടാത്തതാ. ആ പണ്ഡിതന് ഒരു നേരം കഞ്ഞിന്റെ വെള്ളം കിട്ടാത്തോണ്ട് ലോകത്തിന് അടിമപ്പെടുക. ഇവർക്കൊന്നും ഇതറിയില്ലേ? എന്റെ കിതാബ് മുഴുവൻ വായിച്ചതല്ലേ കൂട്ടരെ? സുന്നീനോട് പോന്നവരൊക്കെ ഓർക്ക് ഈ റുഖിയ ശറിയൊന്നും അറിയില്ലേനിയോ? ഓല് ചെയ്തോ? എന്നിട്ട് പാണ്ടിക്കാട്ടത്തേക്ക് പറഞ്ഞേക്ക. അവിടെ ഉണ്ടല്ലോ റുഖിയ ശറിയ അറിയണോ? പാണ്ടിക്കാട് അവിടെ ഫിറ്റായ ബാംഗ്ലൂർക്ക് കാണുമല്ലോ. ബാംഗ്ലൂർക്ക് റുഖിയ ശറിയക്ക്. റുഖിയ ശറിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുഹമ്മദ് നബിക്ക് ഹാരിസ് എന്ന് പറഞ്ഞ ജൂത ഡോക്ടർ ഉണ്ടായിനി, കുടുംബ ഡോക്ടർ. നബിക്ക് റുഖിയ ശറിയ ചെയ്താ പോരേനിയോ? ഒരു ജൂത ഡോക്ടർ, ഫാമിലി ഡോക്ടറായിട്ട് മുഹമ്മദ് നബിക്ക്. നബിന്റെ ഭാര്യ ഉമ്മു സലമക്ക് രോഗായി. അബുത്തൈബ് എന്നൊരു അന്യ അടിമനെ കൊണ്ട് കൊമ്പെപ്പിച്ച. കൊമ്പെക്കണ രക്തെടുക്കുക. മുസ്ലിമും ധരിച്ചതാ. എന്താ നബിക്ക് റുഖിയ ശറിയ ഭാര്യക്ക് ചെയ്താ പോരെ? ഒരു അബുത്തൈബ് എന്നൊരു അന്യ പുരുഷനെ കൊണ്ട് കൊമ്പെപ്പിച്ചണോ ഭാര്യക്ക്? അപ്പൊ ഇസ്ലാമില് ആത്മീയ ചികിത്സ, അതുപോലെ തന്നെ റുഖിയ ശറിയ പറഞ്ഞ നല്ല ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുക, കൂടെ അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മുഹമ്മദ് നബിന്റെ റുഖിയ ശറിയ എങ്ങനെയാണെന്ന് ബുഖാരിയുടെ അധ്യായമുണ്ട്. എന്നിട്ട് 5 ഹദീസാ ഉദ്ധരിക്കുന്നത്. 5 ഹദീസിലും പ്രത്യേക ആയത്തല്ല, നബിന്റെ പ്രാർത്ഥന. യാ റബ്ബൻ നാസ് അദ്ഹിബിൽ ബാസ ഇശ്ഫി അൻത ഷാഫി എന്ന് തുടങ്ങണ 5 തരം പ്രാർത്ഥന. സുന്നികൾ പറയുന്നുണ്ടല്ലോ ഖുർആനിൽ 666 ആയത്തുണ്ടെന്ന്. ഒരൊറ്റ ആയത്ത് മുഹമ്മദ് നബി വ്യാഖ്യാനിച്ചു തന്ന കൂട്ടരെ, ഈ ആയത്ത് ഇന്ന രോഗത്തിനുള്ളതാണെന്ന് അസ്മായിന്റെ കിതാബിലുണ്ട്. തീ പൊള്ളിയാല് കുൽനായാൻ ആർക്കൂനി ബർദം വ സലാമ അലാ ഇബ്രാഹിം ഓതിയാ മതിയല്ലോ. അത് ഇബ്രാഹിം നബിയോട് തീയിലിട്ടപ്പോ അള്ള പറഞ്ഞ തീയനി സലാമാക് രക്ഷയാക്. അത് 2 മുക്കാന്റെ മോലിയാർ ഓതിയാ മാറുവോ തീ പൊള്ളിയത്? ഇത് പടച്ചോണ്ട് ഇറക്കിയതാ. എന്നിട്ട് തീ പൊള്ളിയാല് കുൽനായാൻ ആർക്കൂനി ഓതിയാ മതി. റുഖിയ ശറിയ, അതാ റുഖിയ ശറിയ. ഇതാര് പറഞ്ഞ്? പിന്നുള്ളത് വേപ്പട്ടി പട്ടി കടിച്ചാൻ വരുമ്പോഴേ എന്ത് ചെയ്യാ? വൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ ബസീദി എന്ന് ഓതിയാ മതിയല്ലോ. അത് ഗുഹാവാസിയുടെ ചരിത്രം പറഞ്ഞ പട്ടി ഇങ്ങനെ കയ്യും വെച്ച് കിടക്കണുണ്ട് എന്നാണതാ. നിങ്ങളെ പട്ടി അടിച്ചാൻ വരുമ്പോ അത് ഓതിയാ കൂട്ടരെ കടിച്ചു മുറിച്ച് നിങ്ങളതാവൂലേ? നിങ്ങൾ മരം കയറാൻ നോക്കാന്നല്ലാതെ. റുഖിയ ശറിയ മുഹമ്മദ് നബി പറഞ്ഞോ പട്ടി അടിച്ചാൻ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ മതി? അൽക്കബ് പറഞ്ഞ കെൽബും ബാസിത്തും ഓതിയാ മതി എന്നുള്ളത്.
ഇനി ഭാര്യ പ്രസവിക്കാൻ പിഞ്ഞാണ ചെയ്താല് അത് റുഖിയ ശർഅ എന്താ? ഇതസമാവും ശക്കത്ത്, ആകാശം പൊട്ടിപ്പിളർന്നാല്, ഇതിൽ പൊട്ടിപ്പിളരാനേ. അൽഹത്ത് മാഫിഹ വത്തഹല്ലത്ത്, ഭൂമി അതിന്റെ ഉള്ളിത്തൊക്കെ ഇട്ട് പുറത്ത് ശൂന്യായാല്. ഈ ആയത്തവ നടപ്പാണെങ്കിൽ പ്രസവേ നടക്കുള്ളൂ. കുട്ടനവിടെ കൊടൽമാല വരെ പുറത്തു വരൂലേ? കാരണം ഭൂമി തൊക്കെ പുറത്തേക്കിട്ട് ശൂന്യായി എന്നല്ലേ. എന്നിട്ട് പിഞ്ഞാണത്തെ എഴുതിങ്ങാണ്ട് കലക്കിങ്ങാണ്ട് കുടിച്ചാൻ തുടക്കുക. ഒരൊറ്റ ആയത്ത് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നിട്ടില്ല, വ്യാഖ്യാനിച്ചു തന്നിട്ടില്ല. എന്ന ആയത്ത് ഇന്ന രോഗത്തിന് സമനാണ്. പിന്നെ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാഹു മശ്ഫി അന്ത ഷാഫി എന്നൊക്കെ പറയാ റബ്ബന്നാസ്, ഈ പ്രാർത്ഥനകള്. അപ്പൊ ഇസ്ലാമിലെ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞ ആ മുസ്ലിം ഡോക്ടറാന്ന് വിചാരിക്കുക, ഓനാണ് ഡിഗ്രി എങ്കിൽ ഓനെ കാണുക, പറഞ്ഞ സമയത്തിന് മരുന്ന് കുടിക്കുക, കൂടെ അന്നാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാ, അല്ലാതെ ഖുർആന സുന്നത്ത പറഞ്ഞ ഇറങ്ങണതാ പിശാചെന്ന് അള്ള പറഞ്ഞത് പഠിച്ചുവാനുള്ള ചിന്ത ഉണ്ടാകുക. എന്നാ ഫൈദാഹു മുബ്സിറൂന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുതിയ പുതിയ അടവുകൾ കണ്ടുപിടിച്ച ഈ ഏലസ് ഐക്കല്ല് ഇന്ന റുക്കാവ തമായിമവ തിവലത്തെ ശിർക്കെന്ന് പറഞ്ഞു. ഐക്കല്ല് ഏലസ് ഭാര്യബന്ധന്മാർ തെറ്റിയാലേ മഹബത്തുണ്ടാക്കുന്ന മന്ത്രം. ചിലപ്പോ കല്യാണം കഴിഞ്ഞ് നല്ല സ്നേഹത്തിലായിരിക്കും, പിന്നെ പെണ്ണ് അറിയിച്ചോനെ വേണ്ട, അല്ലെ ഓൻ അറിയിച്ചോളെ വേണ്ട. ആരാ കൈവിഷം കൊടുത്തതാ? കൈവിഷേ ഇതിന് മൂല്യാരത്ത് പോകുക. ഈ ആണും പെണ്ണും സ്നേഹണ്ട, മൂല്യാരും പെണ്ണുങ്ങളും പണങ്ങി അടുക്കായിരിക്കും. മൂല്യാരും പെണ്ണുങ്ങൾ ഫൈറ്റിലാണ്, വിയറ്റ്നാമാണ്. എന്നിട്ട് ഇവര് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി മൂല്യാരത്തേക്കാ ചെല്ലണത്. അതിനാ തിവലത്ത് എന്നറിയാം. അത് അദൃശ്യ അഭൗതികമായ നിലക്കുള്ളതാ, ശിർക്കാണെന്നാണ്. നേരെ ഞാൻ എത്രയോ കുട്ടികളെ ഭാര്യയും ഭർത്താവിനെ യോജിപ്പിച്ചിക്കണ്. തലാഖിന്റെ അച്ഛൻ വരെ എത്തിയ കേസുകൾ ഞാൻ പറഞ്ഞ് സ്നേഹം ഉണ്ടാക്കിച്ചിക്കണ്. എന്നുവെച്ചാൽ മന്ത്രവാദം നടത്തിങ്ങാണ്ട് സ്നേഹം ഉണ്ടാക്കുമെന്ന് വെച്ചാലോ അത് അദർശ്യം അഭൗതിക. അപ്പൊ നബിയാണ് അതൊക്കെ ശിർക്കാണ്, അതൊക്കെ അദൃശ്യമാണ് വരുന്നതെന്ന് അറിഞ്ഞത്. ഇനി ഗുണം കിട്ടിയോന്നല്ല, മുഹമ്മദ് നബി ഓരോന്നിനെ ഈ റുക്ക മന്ത്രം ഇതൊക്കെ ഹറാമാക്കിയപ്പോ അബൂജാഹിലും മക്കാ മുശ്രിക്കന്മാർ 100 കേസ് പറയണ്ട. ഇനി കൂട്ടനെ രോഗം മാറിയതും ആഗ്രഹം കിട്ടിയതൊക്കെ. ഇനി ശബരിമലയ്ക്ക് അയ്യപ്പന്മാര് വെറുതെ പോണത്. ഒരു അയ്യപ്പനെ വിളിച്ച് ചോദിച്ചോ നിങ്ങൾ എന്തെല്ലാം നേട്ടങ്ങൾക്ക് പറയാണ്ട്. ഗുണം കിട്ടും, അത് ഇസ്തിദ്രാജിന, അത് പഠിച്ചു നമ്മളെ പരീക്ഷിക്കുക. പിന്നെ പ്രൊഫസർ ഗുരുവായൂർക്ക് തീർച്ചയാക്കിയിട്ട് 1 നമ്പർ ആൺകുട്ടിനെ കിട്ടിയില്ലേ? അത് ജിന്നു കൊടുത്തതാണല്ലോ. ജിന്ന് ഇപ്പൊ ജിന്നുകാരുടെ വിഭാഗമുണ്ട്, ജിന്നുകൾ കണ്ടിട്ട് ഓലെ വാദ അത് ജിന്നു കൊടുത്തതാണ്. മുശീരിക്കും കാഫുറാൻ വേറെന്തേലും വേണോ സുഹൃത്തുക്കളെ? അത് പഠിച്ചോൻ കൊടുത്തതാ. അള്ള പരീക്ഷിക്കാണ്. അപ്പം ഗുണം കിട്ടുമോ കിട്ടൂലേ എന്നല്ല, മിക്കതും പറിച്ചിനതാണേ. അത് ഡോക്ടർമാര് പറഞ്ഞതാ. ഇന്ന തങ്ങളെ കാണാന്, തങ്ങളെ കണ്ട് പനിയങ്ങട്ട് മാറി. കാണലും മണി മാറലും സംഭവിക്കും. ഈ അച്ഛന്മാരടുത്തേക്ക് സീറിനും മറ്റിനും പ്രേതർക്കാനൊക്കെ പോണില്ലേ? ഫലം കാണില്ല. അച്ഛന്മാര് വെറുതെയാണ് കൽസണത്. ഓലെ പ്രാർത്ഥന കുർബാന പങ്കെടുത്ത് രോഗം മാറിയാലും ഓർക്ക് പറയാന്നല്ല. ഓല് മതം പ്രബോധനം ചെയ്യൽ എങ്ങനെയാ? ബൈബിളിന്റെ ശ്രേഷ്ഠതയല്ല, ഓലെ മതത്തിന്റെ ശ്രേഷ്ഠതയല്ല. കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥന പറഞ്ഞ് ക്യാൻസർ രോഗിന്റെ ക്യാൻസർ മാറി. അമ്മ എങ്ങനെയാ ഡിമാൻഡ് ഉണ്ടാക്കണത്? പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഫലം കിട്ടിയത്. അപ്പൊ ഗുണം കിട്ടുമോ കിട്ടുമോ ഇല്ല എന്നല്ല, പഠിച്ചോൻ പറഞ്ഞതാണോ അല്ലേ? നിങ്ങൾ 100 രൂപ പോക്കറ്റ് അടിച്ച് ഹോട്ടലിൽ കയറി ബിരിയാണി വാങ്ങി തിന്ന് വിശപ്പും മാറും, രുചിക്കൊരു കുറവും ഉണ്ടാവില്ല. അപ്പൊ പോക്കറ്റ് അടിച്ചാന്നാ. പോക്കറ്റ് അടിച്ച പൈസയാണെങ്കിലും അധ്വാനിച്ച പൈസയാണെങ്കിൽ വിശന്നവൻ ബിരിയാണി വാങ്ങി തിന്നാ ബിരിയാണി ഒരു കുറവുണ്ടാവില്ല, വിശപ്പ് മാറും ചെയ്യും. അതേമാതിരി ചിലത് പഠിച്ചോനെ ഇതിന്റെ ഇസ്തിദ്രാജ. അതിന് ഇസ്തിദ്രാജ നമ്മളെ പരീക്ഷ കയറിങ്ങനെ വിടുക, പിന്നെ ഒറ്റപ്പെടുത്തോ. അപ്പം ഗുണം കിട്ടിയോ ഇല്ലേ നോക്കരുത് എന്നർത്ഥം. എന്റെ മതം അനുവദിച്ചിക്കണോ? കാരണം ലക്ഷ്യം നന്നായ പോരാ, ഇസ്ലാമിൽ മാർഗം നന്നാണോ? അപ്പൊ രോഗത്തിന് ചികിത്സിക്കണ മാർഗം തെറ്റല്ലെങ്കിൽ ഇഞ്ച കുട്ടിയാടെ കടന്നോട്ടെ, ഇഞ്ച വല്യാപ്പ പൊട്ടഞ്ചാലി വിചാരിച്ച മാതിരി 40 കൊല്ലം കടന്നു സുഹൃത്തുക്കൾ. അപ്പൊ ചെങ്ങലിട്ടിട്ട് മുറിയായി.
അവസാനം വല്യാപ്പ തൂങ്ങാൻ പറ്റാത്ത റൂമുണ്ടാക്കി. ആ കുതിരട്ടത്ത് കൊടുത്ത പൈസ ഉണ്ടല്ലോ ഈ റൂമിലിട്ടാന്നറിയും. വെല്ലിമാരെ ചിലവിൽ വരും പെണ്ണുങ്ങളെ ഔട്ടിലാക്കാൻ. നമുക്ക് ചെയ്തു നോക്കിക്കൂടെ? വെല്ലിമാരെ ഞാൻ 11 പെറ്റിക്കണ്, 10 പെറ്റിക്കണ്, അതിലൊരു കുട്ടിക്ക് എന്താ അങ്ങനെയാ അള്ളാഹ് പരീക്ഷിച്ചതാണ് അറിയും. ആട്ടിവിടും വെല്ലിമ്മ. കടന്നോട്ടെ അറിയും. വെല്ലിമ്മയും വെല്ലിയാപ്പയും മരിച്ച ശേഷം ഇപ്പൊ 2 കൊല്ലത്തിന് മുമ്പ് അമ്മാവൻ മരിച്ച്. പതറിന് രംഗ സുഹൃത്തുക്കളെ ഇതൊക്കെ. കാരണം ശൈത്താൻ കൂടിയാ നിങ്ങൾ വിശ്വസിക്കൂലേ? കുതിരട്ടത്തുനിന്നാ പറഞ്ഞ നിങ്ങൾ അംഗന്മാരെ സമീപിച്ചോളിന്ന്. അതാ പിശാച്ച് ഡോക്ടർ രൂപത്തിൽ വരുന്ന അറിഞ്ഞാൽ അല്ല ഡോക്ടറായിട്ട് വരുന്നല്ല. ഡോക്ടറെ മനസ്സിൽ പിശാച്ച് വസ്വാസം ഉണ്ടാക്കും. ഇവര് പറയിച്ചും എടാ ഇജ് പറഞ്ഞാളാ ഇജ് അമേരിക്കയിൽ പഠിച്ച അപ്പൊ ഇവർ വിശ്വസിച്ചും ചെയ്തോളൂ. സുല്ലമി പറഞ്ഞ അങ്ങനെ വിശ്വസിക്കോ? അണ്ടുക്കാന്റെ സുല്ലമി. അപ്പൊ അമേരിക്കയിൽ പഠിച്ചെന്താണ്? ഡോക്ടറെ മനസ്സിൽ പിശാച്ച് ഇതാവും. അതാ പിശാച്ച് ഡോക്ടറായിട്ടും മൗലവിയായിട്ടും മൂല്യരായിട്ടൊക്കെ വരുന്നതാണ്. അല്ല ഇന്നെ അവിടെ കെട്ടിണ്ടാക്കി കണ്ട് പിശാച്ച് രൂപത്തിൽ വേറെ വരുന്നല്ല കെട്ടിയിട്ട് കണ്ട് എന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കിച്ചു എന്നർത്ഥം. അതുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിനൊക്കെ മോചിതാകുക. ഇനി സ്നേഹിതന്മാരെ വലിയ കാര്യ. രോഗിക്ക് കഴിവില്ലെങ്കിൽ ചികിത്സിക്കൽ. നബി രോഗിനെ സന്ദർശിക്കും. വലിയ ഹാജത്തോ കൊണ്ട് ആവശ്യം ചോദിക്കുന്ന എന്റെ അനുഭവം ഉണ്ടല്ലോ. കുറ്റിച്ചേറ 12 ദിവസം വാദപ്യാതം. ഉപ്പ പഞ്ചിങ്ങാണ്ട വന്ന് ഞങ്ങൾ പറഞ്ഞു ഉപ്പ ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് ധൈര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉപ്പാന്റെ ദേശം നടന്ന വാദപ്യാതൊക്കെ നമുക്ക് അറിയാലോ. എന്റെ കോലൊക്കെ കൊട്ടപ്പുറമൊക്കെ നമുക്കറിയാലോ. ഇപ്പൊ എല്ലാത്തിലും വാദപ്യാത കൊട്ടപ്പുറം. അത് മറ്റു വാദപ്യാ മതി അയക്കണത്. പക്ഷെ വിജയിച്ച് ഉപ്പ വന്ന് ഉപ്പാക്ക് പനി മൂജിച്ച്. ആർക്കും ഉപ്പാനെ ശ്രദ്ധിക്കാൻ സമയമല്ല, ഒക്കെ ആഘോഷിക്കല. എന്നോടിങ്ങനെ പറയും കുഞ്ഞാവ എനിക്ക് കൊരന്റെ ആസ്പത്രിയിൽ പോയി കിടക്കാൻ ആഗ്രഹം ഉണ്ടായിനി അറിയും. ഞങ്ങൾ കരയാന്നല്ലാതെ. ഇപ്പൊ മരിച്ചാൽ കൊരമ്പി പോയാലും മരിച്ചു. എന്നാലും ആഗ്രഹം ചെയ്തു കൊടുക്കാനുള്ള വേദന എപ്പോഴും ഉണ്ട് സുഹൃത്തുക്കൾ എന്റെ മനസ്സിൽ. അപ്പൊ ചിലപ്പോ രോഗിക്ക് മിംസിലും മറ്റൊക്കെ പോയി കിടക്കാണ്ടാവും. ആകെ ചിലപ്പം ഡോക്ടർ ചെയ്ത് കൊടുത്ത മരുന്ന് വരെ വാങ്ങിണ്ടാവില്ല, തലന്റെ ചോട്ടിൽ വന്ന് കിടക്കുക. അപ്പൊ നബിന്റെ ആഗ്രഹം നബി ചോദിച്ചു. എന്നിട്ട് ഇവിടുന്ന് ഒരു ഒത്തം പ്രസംഗിക്കാം. നബിമാര് മരുന്ന് വേണോ എന്ന് ചോദിച്ചു വന്നിക്കണോ എന്ന്. വീട് വേണോ എന്ന് ചോദിച്ചു നബിമാര് വന്നിക്കണോ. അത് യാഥാസ്ഥികന്മാര് പ്രസംഗിക്കാൻ തെറ്റില്ല, നമ്മളാളുകളാ. അപ്പൊ നബി ആവശ്യം ചോദിച്ചു. രോഗി പറഞ്ഞ ആവശ്യം നബിന്റെ സാമ്പത്തിക ശേഷിയിൽ ഉൾക്കൊള്ളെങ്കിൽ നബി ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ സഹാബത്ത് ചെയ്തു കൊടുക്കാൻ പറയും. അപ്പൊ രോഗിനെ സന്ദർശിക്കണം, പ്രാർത്ഥിക്കണം, ഒക്കെ ചെയ്യണം. പ്രാർത്ഥിച്ചു പോരാ ഓന്റെ ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റൂ. രോഗമായാൽ തന്നെ അള്ള പറഞ്ഞ എന്താ? മരുവത്തു യബിന് ആദം ഫലം താവുതിന്. നമ്മൾ മരിച്ചെല്ലുമ്പം അള്ള പറയാ ആദമിന്റെ മക്കളെ ഞാൻ രോഗിയായി, ഇതെന്നെ സന്ദർശിച്ചോ. നമ്മൾ പറയാ പഠിച്ചനെ അന്ത റബ്ബുല്ല, ലോകത്തിന്റെ രക്ഷിതാവല്ലേ, ഇതെങ്ങനെ സന്ദർശിക്കാൻ? ആകാശത്തേക്ക് സന്ദർശിക്കാൻ വരാൻ പറ്റുമോ? അപ്പൊ അള്ള പറയാം അമ്മ അലിംത അന്ന അബ്ദി ഫുലാനെ. മുസ്ലിം എന്ന് വരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ അടിമ മുഹമ്മദ് അല്ലെങ്കിൽ രാമൻ അല്ലെങ്കിൽ പാത്തുമ്മ ലക്ഷ്മിക്കുട്ടി രോഗാഴ്ച അറിഞ്ഞില്ലേ? ഇജാ രോഗിനെ സന്ദർശിച്ചോ? സന്ദർശിക്കണേ എന്നെ സന്ദർശിച്ച് തുല്യാവുന്ന. അപ്പൊ ഒരു മുഹമ്മദിന് രോഗായ അള്ളാഹ്ക്ക് രോഗായ മാതിരി, ഒരു രാമന് രോഗായ അള്ളാഹ്ക്ക് രോഗായ മാതിരി. എന്നിട്ട് ആ രോഗിനെ സന്ദർശിക്കുമ്പോഴോ അള്ളാഹിനെ സന്ദർശിച്ച് തുല്യ. മുസ്ലിം ഉദ്ധരിച്ച അതീത. അപ്പൊ മരുന്നായി കൊടുക്കല കൂട്ടരെ സന്ദർശിക്കൽ വരെ ഇതിന് തുല്യാണെന്ന് പറയുമോ? എത്ര ഗൗരവമുള്ള വിഷയമാണിതെന്നറിയോ? ആളുകളെ വിചാരം 40-50 ഉറുപ്പ്യ ചെലവായിക്കൊണ്ട് 2ാമത്തെ 5ാമത്തെ ഉംറക്ക് പറക്കുക. എന്താ സഫാ മർവമലാണ് അള്ളാനെ പ്രതിഷ്ഠിച്ചത്? സഫാ മർവ സയ്യ ഇസ്ലാം എന്ന് പറഞ്ഞ പെണ്ണിന്റെ ത്യാഗത്തോർക്കാൻ. ആ മലക്കൽ പോരിശിയല്ല, ഹാജിറാബിബിന്റെ ത്യാഗത്തോർക്കാൻ വേണ്ടി സഫാ മർവ ഇതാക്കണോ? നമ്മൾ ശബരിമലന്റെ മാതിരിയാണ് സഫാ മർവനെ കാണുന്നത്. അവിടെ അള്ളാനെ പ്രതിഷ്ഠിച്ചിട്ടില്ല. പ്രതിഷ്ഠ രോഗിന്റെ കട്ടിൽമേല. രോഗിന്റെ കട്ടിലുമേ രോഗിനെ ഇതാക്കിക്കണ്. ഉംറക്ക് 50,000 കൊണ്ടുണ്ടല്ലോ. ഒരാൾക്ക് ക്യാൻസർ രോഗ ഒരു മോർഫിൻ വാങ്ങാൻ 100 റുപ്യ വെച്ച് ഞങ്ങൾ വരുമോ? വേദന ഒന്ന് ചുരുങ്ങണ്ടേ? അതിനു വേണ്ടിയേ. അല്ലെ ബൈപ്പാസ് ഓപ്പറേഷനാ, അതിന് 100 റുപ്യ ചെലവാക്കണം. നിങ്ങൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ പറയും. ഇപ്പൊ അടക്കും വണ്ടിക്കും പൈസ ഇല്ലട്ടോ. ഇത് 5ാമത്തെ ഉംറക്ക് മറക്കുമ്പോഴോ? അപ്പൊ 6ാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിച്ചണ്ട. എനിക്കെന്നെ അവിടെ നിൽക്കണ ആ ശരിയൊരു വാർത്തയൊരു സംഭവം. ഒരു മൊലാന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യാ, ഒരു കുട്ടിക്ക് ചിത്രയിൽ ബുക്ക് ചെയ്തക്ക.
അത് ഊഴം വരുമ്പോഴേക്കും മരിച്ചു. അത്രയ്ക്ക് വലിയ മേജർ ഓപ്പറേഷനാ. പ്രൈവറ്റാണ് ഇതാക്കാം. ഒരാള് അഞ്ചാമത്തെ ഹജ്ജിനേറ്റ് പോവുക. അപ്പൊ ഇങ്ങോട്ട് പ്രവർത്തകന്മാര് പറഞ്ഞ് നിങ്ങൾ ചെന്നിട്ട് ആ പൈസ കൊടുക്കാൻ പറയും. ഞാൻ ചെന്ന് പറഞ്ഞ് അത് കാരണത്ത് ആ പ്രസ്ഥാനം ഭിന്നിച്ചപ്പോ ഞാൻ ഹജ്ജ് ചെയ്യണ്ടെന്ന് പറഞ്ഞിക്കിടുന്ന് വാദം. ഞാൻ ഹജ്ജ് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നേ, രോഗിക്ക് മരുന്ന് വാങ്ങി കൊടുത്താൽ മതിയെന്ന്. ഞാൻ പറഞ്ഞ ചുറ്റുപാട് സാഹചര്യം ഒന്നും പറയുന്നില്ല. പിണങ്ങിയപ്പോ എന്ത് ചെയ്ത് ഞാൻ ഹജ്ജ് ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടി മരിച്ചു. കാരണം ചിത്രയിൽ വരുമ്പോഴേക്ക് 2-3 കൊല്ലൊക്കെ വരൂലേ. അപ്പൊ സ്നേഹിതന്മാരെ ഓരോന്നിനും അതിന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി രോഗി സ്വയം ചികിത്സിക്കണം. അത് മാത്രമല്ല, ചികിത്സിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ചെയ്തും കൊടുക്കണം എന്നർത്ഥം. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. കൂടുതൽ ദീർഘിപ്പിക്കില്ല. അത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. എങ്ങനെ? പമ്മിശ്ശേരി അയിനില്ലാമ ആശയകമായ ഇത് കണ്ണ്. അതായത് കണ്ണിനൊരു വശ്യത ഉണ്ട്. ചിലപ്പോ ഹിപ്നോട്ടിസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കണ്ണിന്റെ വശ്യത. അതെ, അതൊന്നും പിന്നെ ഞാൻ ചോദിക്കണ്ട. കാരണം ഈ വിശ്വാസ കാര്യങ്ങൾക്ക് മുത്തവാത്തിറായ ഹദീസ് വേണമെന്ന ഖുർആന മുത്തവാത്തിറായ ഹദീസ. അതൊക്കെ ഒറ്റപ്പെട്ട ഇതാണ്. ഒന്നുകിൽ നിങ്ങൾ അത് ഫലിച്ചു വെക്കുക, അല്ലെങ്കിൽ തൗഹീദിന്റെ നിർവചനം തെറ്റുക. നമ്മളെ തൗഹീദിന്റെ നിർവചനം തെറ്റിക്കണോ? ഇല്ലേ. നമ്മൾ അദൃശ്യവും അഭൗതികവുമായ നിലക്ക് അള്ളാഹുവിന്റെ നന്മയും തിന്മയും വരുള്ളൂ. അത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ ഇത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ഒന്നുകിൽ നമ്മൾ വ്യാഖ്യാനിക്കണം. കണ്ണിന്റെ ഭാഷയെ സന്യാസിമാരൊക്കെ ചിലപ്പോൾ കുട്ടികളെ നോക്കിയിട്ട് അതാക്കിതാക്കും. ഇപ്പൊ ഹിപ്നോട്ടിസ് ചെയ്യുന്നത് എങ്ങനെയാ? നോക്കിയിട്ട് നിങ്ങളെ കടത്തുക. അങ്ങനെ ഒരു വശ്യത ഉണ്ട് എന്നല്ലാതെ ഈ പറയുന്ന അദൃശ്യമായ നന്മയും തിന്മയും വരുന്ന അതില്ല എന്നർത്ഥം. അത് ഞാൻ പറഞ്ഞ സഹിയായ മാത്രം പോലെ വിശ്വാസ കാര്യത്തിനാണെങ്കിൽ ഞാൻ പറഞ്ഞതല്ല, സർവ്വ ബുഖാരിയല്ല പറഞ്ഞതാ. മുത്തവാത്തിറോ ഖുർആനോ വേണം, ഒറ്റപ്പെട്ട ഇത് പറ്റൂല എന്ന്. അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ തൗഹീദിന്റെ നിർവചനം നമ്മൾ തെറ്റാന്ന് പറയാം. പേരോടൊക്കെ പറയുന്ന മാതിരി ഈ പേരോടൊക്കെ നമ്മളെ തൗഹീദിന്റെ നിർവചനം തെറ്റാന്നില്ല ഈ ഹദീസൊക്കെ ഉദ്ധരിക്കണത്. പോലെ ആ തൗഹീദ സമഗ്രമാണ് എടുത്ത് നോക്ക്. അല്ലെ നമ്മൾ തൗഹീദ് പറഞ്ഞ നിർവചനം തെറ്റാണെന്ന്, അതിനാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇത് അങ്ങാടി കൂടെ പോവും വേണം, കൊടയാണി കെട്ടും വേണം, ആരും കാണും ചെയ്യരുതെന്ന് അറിയാം. അതേമാതിരി അദൃശ്യ അബോധ്യമായ നിലയ്ക്ക് അള്ളാഹിന്റെ നന്മയും തിന്മയും വരുള്ളൂ എന്ന് വിശ്വസിക്കാം. ഈ ഖുറാഫാത്തൊക്കെ വിശ്വസിക്കും വേണം. തെറ്റില്ല. പക്ഷെ എങ്ങനെ ആവരുത്, ഉദ്ദേശം എങ്ങനെ ആവരുത്, വശ്യത എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞോളി. വശ്യത ഉണ്ട്, അതില്ല ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ തൗഹീദിന്റെ നിർവചനം തട്ടിക്കളിങ്ങള്, അത് തെറ്റാന്ന് പറഞ്ഞാളി. രണ്ടും നടക്കൂല എന്നർത്ഥം. നിർത്താം. പഠിച്ചവന് ഈ പരിശുദ്ധ റമളാൻ മാസകാലത്ത് ഞങ്ങളുടെ പങ്കെടുത്ത് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെയും രോഗികളായും മരിച്ചുപോയവർക്കും രോഗികൾക്ക് നിന്റെ മാത്താ രോഗശമനം നൽകുകയും മരണപ്പെട്ടു പോയവർക്ക് നിന്റെ മാത്താ ഇസ്തിഗ്ഫാർ കൊണ്ടും റഹ്മത്ത് കൊണ്ടും അവരുടെ ഖബർ ജീവിതം പരലോക ജീവിതം രക്ഷ നിറഞ്ഞാക്കണമേ. പഠിച്ച ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ധാരാളം ജോലികളും കടപ്പാടും ചെയ്തു തീർക്കേണ്ടവരാണ്. അല്ലാതെ ശാരീരികവും സാമ്പത്തികവും മാനസികമായ വിപത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പഠിച്ചതിനെ മുസ്ലിങ്ങൾ ഖുർആനും സുന്നത്തും അകന്നത് കാരണത്താൽ വിശ്വാസികൾക്കാണ് ഇസ്സത്ത് പ്രതാപം എന്ന് നീ പറഞ്ഞ പ്രതാപവും പരസ്പര സ്നേഹവും ഐക്യവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വന്ന് നഷ്ടപ്പെട്ട ഇസ്സത്തും ഐക്യവും പരസ്പര സ്നേഹവും വീണ്ടെടുക്കാനുള്ള മഹത്താവ് നീ പ്രദാനം ചെയ്യണേ. പഠിച്ചൊരു കൂട്ടം സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടം നരകത്തിലേക്ക് വിധികൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിധികൽക്കുന്ന കൂട്ടം ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ അഫ്രി അലൈനാ സബ്റൻ
വസബ്ബിത്ത് അഖ്ദാമന വസബ്ബിത്ത് അഖ്ദാമന വസബ്ബിത്ത് അഖ്ദാമന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ആ പിരിവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി.